അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ വർഷത്തിൽ കാസർഗോഡ് നിന്ന് നമ്മൾ ആരംഭിച്ച കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നാടിൻ്റെ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ആ ടൈറ്റിൽ നമ്മൾ കൊടുത്തു എന്നതു തന്നെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. എന്നുവച്ചാൽ ഇസ്ലാഹ് എന്നത് കേടുവന്നതിനെ നന്നാക്കുക എന്നാണല്ലോ. ഭാഷാപരമായി ആ രീതിയിലാണ് അതിൻ്റെ അർത്ഥം. മതത്തിൻ്റെ മേഖലയിൽ ഇസ്ലാഹ് എന്ന പ്രയോഗം നടത്തുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടായിരുന്ന വിശ്വാസരംഗങ്ങളിലും കർമ്മരംഗങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന എല്ലാവിധ ജീർണതകളെയും അദ്ദേഹം എതിർത്തു. ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ തന്നെ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഉപഭോക്താവിനെ വഞ്ചിക്കരുത്, നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന അന്നത്തെ പ്രമാണിമാർ അവർ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് തിരിച്ചു ചോദ്യം ഉന്നയിച്ചു. ഷുഐബ്, നിന്റെ നമസ്കാരമാണോ ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തടയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത്? ആ സ്വലാത്തുക്കത്ത് ഉമുറുക്ക എന്നായിരുന്നു ചോദ്യം. അതിന് മറുപടിയായി ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയത് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ് എന്ന സൂറത്ത് ഹൂദിൽ ഈ വചനം കാണാം. ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇസ്ലാഹാണ്, അഥവാ മതത്തിൻ്റെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ കേടുവരുത്തിയ സമൂഹത്തിൻ്റെ മുമ്പിൽ അതിനെ പരമാവധി പടച്ചവനിൽ നിന്ന് എനിക്ക് ലഭ്യമാവുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിൽ നന്നാക്കിയെടുക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞു. അതിന് റബ്ബാണ് എനിക്ക് തൗഫീക്ക് നൽകുന്നത്. ആ റബ്ബിൽ ഇതാ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. ശത്രുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏത് വെല്ലുവിളികളെയും നേരിടാൻ എനിക്ക് റബ്ബ് മതി, ആ റബ്ബിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു എന്ന ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രഖ്യാപനം. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഉണ്ടാകുന്നത്. ഈ പ്രസ്ഥാനം ഒരു വാള പേര് സ്വീകരിച്ചതും ഇസ്ലാഹി പ്രസ്ഥാനമെന്നാണ്. അതെന്തേ? 1920കളിൽ ഈ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തനം തുടങ്ങുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഉദ്ഘാടന ഭാഷണത്തിലും സ്വാഗത ഭാഷണത്തിലുമൊക്കെ കേരളക്കര ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു. എന്നുവച്ചാൽ എല്ലാവിധ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന കാലഘട്ടം. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ ബോധവൽക്കരണം നടത്തി
വലിയ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. അപ്പോൾ ആ ഇസ്ലാഹ് ഇന്നും ആവശ്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലം തേടുന്ന ഇസ്ലാഹ് എന്നത് നമ്മൾ തുടങ്ങിയത്. നോക്കൂ നിങ്ങൾ, ഒരു ഭാഗത്ത് പറഞ്ഞ് കോഴിക്കോട്ടങ്ങാടിയിലും പരിസരത്തും നടന്നിരുന്ന ഒരു മനുഷ്യനാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, അല്ല അയാളാണ് മുദബ്ബിറുൽ ആലം, അള്ളാഹുവാണ് എന്ന സ്ഥാനത്തേക്ക് വരെ ഉയർത്തിക്കൊണ്ടുവരുന്ന അവസ്ഥയെത്തി. സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? അപ്പം അതിൻ്റെ വസ്തുതകൾ പറയേണ്ടതുണ്ട്. മുദബ്ബിറുൽ ആലം ഈ പ്രപഞ്ചത്തിലുള്ള ഒരു സൃഷ്ടിയുമല്ല, മറിച്ചു സൃഷ്ടാവാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഒരു വേള മക്കയിലെ മുശ്രിക്കുകൾ പോലും അത് അംഗീകരിച്ചിരുന്നു. സൂറത്തു സുമറിലെ 38-ാമത്തെ വചനം പരിശോധിച്ചു നോക്ക് നിങ്ങൾ. വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള, ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് നീ അവരോട് ചോദിച്ചു നോക്ക്. അബൂജഹലിനോട്, ഉത്ബത്തിനോട്, ഷൈബത്തിനോട് ചോദിച്ചു നോക്ക്. ഖുർആൻ പറയുന്നു ലയഖൂലുന്നല്ലാഹ്, അവർ പറയും, അബൂജഹൽ അടക്കമുള്ള ആ നേതാക്കന്മാർ, മുശ്രിക്കുകളുടെ നേതാക്കന്മാർ പറയും അള്ളാഹുവാണ് എന്ന്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്ന് ഒരു വേള മുശ്രിക്കുകൾ പോലും അംഗീകരിച്ചിരുന്നു. പക്ഷേ അന്നത്തെ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്ന വസ്തുത പോലും അംഗീകരിക്കാൻ ഇന്ന് പലപ്പോഴും മുസ്ലിം സമൂഹത്തിലുള്ള ചില ആളുകൾക്ക് സാധിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് സൃഷ്ടാവായ അള്ളാഹു അല്ല, മറിച്ചു CM ആണ് എന്ന് പറയുന്നിടത്തേക്ക് ജനങ്ങളെത്തി അല്ലേ? അവിടെ ഉസ്താദുമാരെ തിരുത്തേണ്ട ബാധ്യത പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ നമുക്കുണ്ട്. ആ ഭാഗം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതേ രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തന്നെ കടന്നു വന്നാലോ, ജിന്നും സിഹിറും കുട്ടിച്ചാത്തനും കരിങ്കുട്ടിയും ചേക്കുട്ടിപ്പാപ്പയും ഒക്കെ നാടുവാണിരുന്ന കാലഘട്ടത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തനം തുടങ്ങിയത് അല്ലേ? മഗ്‌രിബിൻ്റെ സമയമായാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ മടിയായിരുന്നു. റൂഹാനികൾ നാടു ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം 1920-കളിൽ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അന്ന് കോളറയുണ്ടായാൽ അവർ മരുന്നായി നിശ്ചയിച്ചിരുന്നത് നേർച്ചക്കാളയുടെ ഇറച്ചിയും അതുപോലെയുള്ള വസ്തുക്കളുമായിരുന്നു. രോഗമായാൽ ചികിത്സിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. ഗർഭിണിയായ സ്ത്രീക്ക് ഡെലിവറിയുടെ സമയമായാൽ നഫീസത്തുമാല ചൊല്ലിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. ബ്ലീഡിംഗ് ഉണ്ടായി ഒരു സ്ത്രീ മരണപ്പെട്ടാൽ പറഞ്ഞിരുന്നത് ഒടിയൻ ഒടിച്ചതാണ് എന്നായിരുന്നു. ഇങ്ങനെ ഷെയ്ത്താനും അതുപോലെയുള്ള പൊട്ടിച്ചൂട്ടും കാളിയും കൂളിയും ഒക്കെ സമൂഹത്തെ ഭീതിപ്പെടുത്തിയിരുന്ന കാലഘട്ടത്തിലാണ് പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിലേക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ജനങ്ങളെ പ്രബോധനം നടത്തിയത്. അതങ്ങനെ മെല്ലെ മെല്ലെ മാറി തെളിഞ്ഞ അന്തരീക്ഷം വന്നു. മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ട് ഇവിടത്തെ എല്ലാവർക്കും ഗുണം ലഭിച്ചിട്ടുണ്ട്, എല്ലാ വിഭാഗങ്ങൾക്കും ഗുണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ രീതിയിൽ പ്രബോധനം മുന്നോട്ട് പോയി. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ദൗർഭാഗ്യകരമെന്നും പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിയിട്ട് അന്ധവിശ്വാസങ്ങൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലൂടെ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അതിനെ ശക്തമായി നേരിട്ടപ്പോൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകൾ ചിലരെങ്കിലും പുറത്താക്കാൻ സാധിച്ചു. പക്ഷെ പുറത്താക്കി ഇത് ശുദ്ധീകരിച്ചു എന്ന രീതിയിലാണ് പലപ്പോഴും ബഹുമാന്യരായ നമ്മുടെ CD ടവറിലെ പ്രവർത്തകർ നിൽക്കുന്നത്. അടുത്ത കാലഘട്ടത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്താണ് ബോധ്യപ്പെടുത്തുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ശുദ്ധീകരണ പ്രക്രിയ എന്ത് ചെയ്തിട്ടില്ല, പൂർത്തിയായിട്ടില്ല. കാരണം കിണറിൽ ചാടിയ പൂച്ചയെ എടുത്തിട്ടില്ല, കിണറിലെ വെള്ളമൊക്കെ വറ്റിച്ച് അത് ശുദ്ധിയാക്കി ചളിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പൂച്ചയിൽ തന്നെ ഉണ്ട്, പൂച്ചനെ എടുത്തിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ആ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ചിലരെങ്കിലും പണ്ഡിത സഭയുടെ തലപ്പത്തോ അല്ലെങ്കിൽ ഓരങ്ങളിലൊക്കെ ആയി ഇന്നും കുടികൊള്ളുന്നുണ്ട്. അവിടെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി സൂചിപ്പിക്കുകയാണ്, KNM CD ടവറിലെ പ്രവർത്തകർ വളരെ ജാഗരൂകരാവേണ്ട രംഗമാണിത്. ഞാൻ നിങ്ങളെ ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ അല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ
നമ്മൾ നിർവഹിക്കേണ്ട ആ ഉത്തരവാദിത്തം നമ്മൾക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 59-ാമത്തെ വചനത്തിൽ സൂചിപ്പിച്ചു, ഫൈൻ തനാസഅ്തും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ വല്ല കാര്യത്തിലും തർക്കം വരികയാണെങ്കിൽ, മതത്തിൻ്റെ മേഖലയിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ വല്ല തർക്കവും വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിനെ നിങ്ങൾ മടക്കേണ്ടതുണ്ട്. ഫറുദ്ദൂഹു, അതിനെ നിങ്ങൾ മടക്കണം. ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കേണ്ടതുണ്ട്. വഇലർ റസൂൽ, പ്രവാചകനിലേക്കും മടക്കേണ്ടതുണ്ട്. എന്ന് വച്ചാൽ പരിശുദ്ധ ഖുർആനിലേക്കും തിരുചര്യയിലേക്കുമാണ് മടക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആ രീതിയിൽ നമ്മൾ ആ കാര്യങ്ങളെ കാണുകയും എന്നിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രബോധനം നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് വസ്തുത. ആലോചിച്ച് നോക്ക്, ഈ പ്രശ്നം ഉണ്ടായല്ലോ ഇവിടെ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, മുജാഹിദുകൾക്കിടയിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അവരുടെ KJU അഥവാ CD ടവറിൻ്റെ KJU, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന അവർ എന്ത് ചെയ്തു? അന്ന് യോഗം കൂടിയിട്ട് അവർ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം തന്നെ അടിച്ചിറക്കി. ആ പുസ്തകത്തിൻ്റെ പേര് ജിന്ന്, സിഹ്ർ, റുഖിയ ശർഇയ്യ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നായിരുന്നു ആ ഗ്രന്ഥം. നോക്ക്, ഇന്ന് ഖുതുബയൊക്കെ തിരുത്തിപ്പിക്കുന്ന അല്ലേ, ഖുതുബ പറഞ്ഞതിനെ അടുത്ത വെള്ളിയാഴ്ചയാവുന്നതിൻ്റെ മുമ്പ് തന്നെ തിരുത്താൻ ആവശ്യപ്പെടുന്ന അവസ്ഥയാണ്. പറഞ്ഞ ഖതീബിന് തന്നെ സംശയം, ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നൊരവസ്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടാവുകയില്ല. ആ ഖുതുബയും തിരുത്തലുമൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. നേരത്തെ പറഞ്ഞ ആ പുസ്തകത്തിൽ KJU അവരുടെ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. 45-ാമത്തെ പേജിൽ ഷിർക്ക് 2 വിധമാണ്. ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഷിർക്ക് 2 വിധമാണ്. ഒന്ന് വലിയ ഷിർക്ക്, അത് ഒരാളെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കുകയും അതിൽ നിന്ന് പക്ഷാതപിക്കാതെ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ ശാശ്വതമാക്കപ്പെടുകയും ചെയ്യും. അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ, ഖബറുകൾ, ജിന്ന്, പിശാചുക്കൾ എന്നിങ്ങനെ അല്ലാഹു അല്ലാത്തവരോടുള്ള നേർച്ചകളും ബലികളും സമർപ്പിക്കൽ, മരണപ്പെട്ടവർ, ജിന്നുകൾ, ശൈത്താന്മാർ തുടങ്ങിയവർ തനിക്ക് ഉപദ്രവമുണ്ടാക്കുമെന്നോ രോഗമുണ്ടാക്കുമെന്നോ ഉള്ള ഭയപ്പാട്, ഇതുപോലെ ഇബാദത്തിൻ്റെ ഇനങ്ങൾ വല്ലതും അല്ലാഹു അല്ലാത്തവർക്ക് തിരിക്കലാകുന്നു വലിയ ഷിർക്ക്. ആലോചിച്ചോക്ക്, ജമിയത്തുൽ ഉലമ മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിച്ച എന്താ? ജിന്നി രോഗമുണ്ടാക്കും എന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ഷിർക്കിലാണ് അയാൾ അകപ്പെട്ടിട്ടുള്ളത് എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട CD ടവറിലെ പ്രവർത്തകർ, നേതാക്കന്മാർ ആലോചിച്ചു നോക്ക്. ഈ പുസ്തകങ്ങളുടെ അടുക്കലുണ്ടാവുമല്ലോ അല്ലേ? ഇതു ചർച്ച നടത്തി ഗ്രന്ഥരൂപത്തിലായി നാട്ടിലൊക്കെ വിതരണം ചെയ്തിട്ടാണ് ഇന്ന് ഈ ഷിർക്കായ ഇതേ അന്ധവിശ്വാസം എന്ത് ചെയ്യുന്നത്? സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ജിന്ന് രോഗമുണ്ടാക്കുമെന്ന ആ വാദം ഷിർക്കാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഷിർക്കൻ വാദത്തിനെതിരെയാണ് അൻസാർ നന്മണ്ട് എന്ത് ചെയ്തത്? ഖുതുബയിൽ പ്രസംഗം നിർവഹിച്ചത്. ഞാൻ ആദ്യം ആ ഖുതുബ ഒന്ന് കേൾപ്പിക്കാവുന്നതാണ് അല്പസമയം. ഇതേ വിശേഷണം തന്നെയായിരുന്നു ജിന്ന് വിഭാഗത്തിനും ജിന്ന് വർഗത്തിനും ആളുകൾ വകവെച്ചു കൊടുത്തിരുന്നത്. 2 രീതിയിലാണ് ജിന്നുകൾക്ക് കഴിവുണ്ടെന്ന് ഈ അന്ധവിശ്വാസികൾ പ്രചരിപ്പിച്ചത്. ഒന്ന്, മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറും. അതിന് തെളിവ് ഇസ്ലാമിക ചരിത്രത്തിലില്ല. സ്വഹീഹായ ഒരു ഹദീസുകളിൽ പോലും മനുഷ്യ ശരീരത്തിൽ ജിന്നുകൾ പ്രവേശിച്ച് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന പലതിലേക്കും ആ കൊണ്ടുപോകുമെന്ന് പറയുന്ന വ്യാഖ്യാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ വിശുദ്ധ ഖുർആനോ നടത്തിയിട്ടില്ല. മറിച്ച് എന്തേ നടത്തിയത്? വസ്വാസ് ഉണ്ടാക്കാൻ പറ്റും മനുഷ്യ പിശാചുക്കൾക്കും ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾക്കും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനസ്സിൽ അവന്റെ വസ്വാസ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? ചില മനുഷ്യ പിശാചുക്കൾ വന്നു പറയും, സിനിമക്ക് പോകാം, കള്ളത്തോന്യാസത്തിന് പോകാം, വ്യഭിചരിക്കാൻ പോകാം. ഇതേപോലെ ചില പറ്റത്ത് നിൽക്കുമ്പോൾ നാട് വിടുമ്പം
മനുഷ്യന്റെ മനസ്സുകളിൽ ദുർമന്ത്രണം നടത്തുന്ന ശൈത്താൻ പറയും, നാട് വിട്ടിലെ ഇനി ഒരു പെണ്ണൊക്കെയാവാം, നാട് വിട്ടിലെ കുറച്ച് കുടിക്കാം, അങ്ങനെ വസ്വാസ് ഉണ്ടാക്കാൻ പറ്റുമെന്നല്ലാതെ മനുഷ്യ ശരീരത്തിൽ ജിന്നിനെ കയറ്റി അതിനെ ഇറക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിക ലോകത്ത് സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാ ഇന്നാലോചിച്ചു നോക്കൂ, എന്തേ ഒരു വ്യവസായി മരണപ്പെടാനുള്ള കാരണം 150 പവനിലധികം തന്റെ മുൻപിൽ വെച്ച് കണ്ണടച്ചിരുന്നു. കാസർഗോഡ് നടന്ന ജിന്നുമ്മയും അതുമായി ബന്ധപ്പെട്ട കൊലപാതകവുമാണ് ആ ഖുതുബക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. വളരെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിച്ചു, ജിന്ന് രോഗമുണ്ടാക്കുമെന്ന് പറയുന്ന അവസ്ഥയില്ല, അത് അന്ധവിശ്വാസമാണ്. ഖുർആനിലോ സ്വഹീഹായ ഹദീസുകളിലോ അത്തരത്തിലൊന്നില്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. വളരെ കൃത്യമാണത്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം കാണുന്നത് എന്താണ്, കേൾക്കുന്നത് എന്താണ്? പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ച അതേ വ്യക്തി തൊട്ടടുത്ത ദിവസം പറയുന്നത്, ഞാൻ ആ വെള്ളിയാഴ്ചയിൽ നടത്തിയ ഖുതുബ അത് തെറ്റായിരുന്നു എന്ന് എന്നെ എൻ്റെ പണ്ഡിത സഭ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്ന. ഒന്ന് കേട്ടു നോക്ക്. റഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. സ്നേഹാദരണീയരായ മുജാഹിദ് പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് സമൂഹത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പലരും പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏകനായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ആ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത മുജാഹിദുകളായ നമ്മെ, മുസ്ലിമീങ്ങളായ നമ്മെ അള്ളാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ആ ഒരു വിഷയത്തിന്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി 13-12-24 വെള്ളിയാഴ്ച ജുമാ ഖുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി. എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഉലമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ ഞാനത് അംഗീകരിക്കുകയും ഞാനത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തുൽ ഉലമയുടെ വിശ്വാസത്തെ, ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കാരണം ഒരബദ്ധം പറ്റിയാൽ അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ. ശരിയാണല്ലേ, ഒരബദ്ധം പറ്റിയാൽ അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പം താൻ പറഞ്ഞത് അബദ്ധമാണോ സുബദ്ധമാണോ എന്ന് പോലും ബോധമില്ലാതെയാണ് അൻസാർ നന്മണ്ട ഖുതുബ നിർവഹിക്കാറുള്ളത് എന്ന് ആ പ്രാഥമിക വിവരം പോലും അയാൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ വിവരം പോലും അയാൾക്കറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജമിയത്തുൽ ഉലമ എനിക്ക് തിരുത്തി തന്നു. ഏതു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുത്തി തന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജമിയത്തുൽ ഉലമ അവർ കൂടിയാലോചിച്ച് ഗ്രന്ഥരൂപത്തിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജിന്നു ശരീരത്തിൽ കയറിക്കൂടി രോഗമുണ്ടാക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നാണ് ജമിയത്തുൽ ഉലമ അവരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജിന്ന്, സിഹിർ, റുഖിയ ശർഇയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ആ 2 പതിപ്പുണ്ട്. അതിലെ ഒരു പതിപ്പിൽ 45-ാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. നോക്ക്, ഈ ശിർക്കായ കാര്യം ജമിയത്തുൽ ഉലമ എന്നെ ബോധ്യപ്പെടുത്തിയാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ശിർക്കിലേക്ക് തന്നെ വന്നിരിക്കുന്നു എന്ന്. അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നോക്ക്, എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് ഇതിൽ? മുജാഹിദ് പ്രസ്ഥാനം ഇന്നും ഇന്നലെയുമല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞത്. 994 മാർച്ച് മാസത്തിൽ MM അക്ബർ എഴുതിയിട്ടുള്ള ഒരു ലേഖനം കാണാം അൽമനാറിൽ. 994 മാർച്ച് മാസത്തിൽ. പിന്നീട് അത് പുസ്തകമാക്കിയിട്ടുണ്ട്. MM അക്ബർ എഴുതുന്നു, പ്രേതബാധ
ഭൂതബാധ, പിശാചുബാധ തുടങ്ങിയ പേരുകളിൽ വ്യവഹരിക്കപ്പെടുന്ന രോഗങ്ങളിൽ അധികവും അപസ്മാരമോ ഹിസ്റ്റീരിയയോ അല്ലെങ്കിൽ മറ്റു മാനസിക രോഗങ്ങളോ ആണെന്നു ഇന്നു നമുക്കറിയാം. ഈ ഗണത്തിൽപ്പെടുന്ന മിക്കവാറും രോഗങ്ങളെ വിദഗ്ധനായ ഒരു മനഃശാസ്ത്ര വിശാരദന് സുഖപ്പെടുത്താൻ കഴിയും. മനുഷ്യരുടെ ശരീരത്തിലോ മറ്റോ കയറിക്കൂടി അവർക്ക് രോഗമുണ്ടാക്കുവാനുള്ള കഴിവൊന്നും ദൈവം പിശാചിന് നൽകിയതായി വേദപുസ്തകങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. പിശാചിൻ്റെ പ്രവർത്തനം ദുർബോധനത്തിലും മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നതിലും പരിമിതമാണ്. ഇതാണ് അൻസാർ നന്മണ്ട ഖുതുബയിൽ പറഞ്ഞത്. പക്ഷെ അവരുടെ ജമിയത്തുൽ ഉലമ വിളിച്ചിട്ട് എന്ത് ചെയ്തു? അൻസാറിനെ തിരുത്തിപ്പിച്ചു. എന്നിട്ടോ ഷിർക്കാണ് എന്ന് അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഷിർക്കൻ വിശ്വാസത്തിലേക്ക് അൻസാറിനെ കൊണ്ടുപോയി. ആലോചിച്ചോക്ക്, ഇതാണോ നിങ്ങൾ നിർവഹിക്കേണ്ടത്? അപ്പോൾ ബഹുമാന്യരായ CD ടവറിൻ്റെ KNMന്റെ പ്രവർത്തകർ ആലോചിക്കണം, എന്തിനാ ഞാൻ നിൽക്കുന്നത്? യഥാർത്ഥ തൗഹീദ് ഖുതുബയിൽ പറഞ്ഞാൽ ആ തൗഹീദിന് വിരുദ്ധമായ ഷിർക്കൻ ആശയത്തിലേക്ക് വീണ്ടും ആളുകളെ തിരുത്തിപ്പിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടുവരുന്ന അവസ്ഥ ആലോചിക്കണ്ടേ? ഇനി നോക്ക്, വീണ്ടും ഭൂതപ്രേത പിശാചുക്കളുടെ പേരിൽ മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിച്ച പൗരോഹിത്യത്തിൻ്റെ സൃഷ്ടിയാണ് അവയെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകളിലെ അധികവും. അവയിൽ സത്യം കുറവായിരിക്കും. പിശാചുബാധയെക്കുറിച്ച് ചെറുപ്പം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ മനുഷ്യരുടെ അബോധ മനസ്സിലുണ്ടാക്കുന്ന ചിത്രപ്പണികളാണ് മാനസിക സംഘർഷത്തിലെ ഘട്ടത്തിൽ പിശാചുബാധയായി മാറുന്നതെന്നാണ് മനഃശാസ്ത്ര മതം. അൽമനാർ 994 മാർച്ച് മാസം. നിഷേധിക്കാൻ സാധിക്കുമോ? സാധ്യമല്ല. അപ്പോൾ വസ്തുതകൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അതിനെ വീണ്ടും അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇത്തരം ഒരു ജമിയത്തുൽ ഉലമയുടെ കീഴിൽ KNM CD ടവറിൽ തന്നെ തുടരണോ? ആ ഭാഗത്തുള്ള സഹോദരന്മാർ ആലോചിച്ചു നോക്ക്. അല്ലെങ്കിൽ പ്രതികരിക്കാൻ സമയമായിട്ടില്ലേ? പ്രതികരിക്കേണ്ടതല്ലേ? ഈ ഭാഗത്തെ പള്ളി കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നല്ലോ അൻസാർ നന്മണ്ട. ഇപ്പോഴും ഉത്തരവാദപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലേ അദ്ദേഹം. നിങ്ങൾ ആരെങ്കിലും വിളിച്ചു ചോദിച്ചോ, സുഹൃത്തെ അൻസാറെ ഇതൊന്ന് ഇരിക്ക്, അനക്കാ പറഞ്ഞെന്ന പ്രമാണം ഒന്ന് പറഞ്ഞെന്നാ ഞങ്ങൾക്ക്? അന്നെ തിരുത്തിച്ചല്ലോ. ഞങ്ങൾ വായിച്ചത് ജിന്ന്, സിഹ്ർ, റുഖിയ ശറഇയ്യ പ്രാമാണിക വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ് KJU ഇറക്കിയ പുസ്തകത്തിൽ 45-ാമത്തെ പേജിൽ ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടും, ഉപദ്രവമുണ്ടാക്കും, രോഗമുണ്ടാക്കും എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരിൽ ഒന്ന് പറഞ്ഞെന്ന ആ പ്രമാണം ഒന്ന് പറഞ്ഞെന്ന നമ്മക്കൊന്ന് നോക്കാനാണ്. എന്നെങ്കിലും സഹോദരന്മാരെ നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ ചോദിച്ചോ ആ വ്യക്തിയോട്? ചോദിക്കേണ്ടതില്ല ചോദിച്ചിട്ടില്ലെങ്കിൽ. കാരണം ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി സാധാരണ മുജാഹിദുകളെ കുറിച്ച് പറയാറുള്ളത് എന്താ? ആവറേജ് ബുദ്ധിയുള്ളവരാണ് അവരിന്ന. പക്ഷേ തൗഹീദ് പറഞ്ഞ് ആ ഖുതുബ കഴിഞ്ഞ് ചോറും തിന്ന് ടീയൊക്കെ വാങ്ങി പോക്കറ്റിലിട്ടിട്ട് പിന്നെ ആരുടെയോ ഭീഷണി വന്നപ്പോൾ ആ തൗഹീദ് മാറ്റി പറഞ്ഞു. എന്തെങ്ങനെ നോക്കൂ. എന്നിട്ട് ഇതേ വ്യക്തി പറയും മുജാഹിദ് പ്രസ്ഥാനത്തിന് ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വന്നിട്ടില്ല എന്ന്. ഇപ്പൊ തലയെ മുണ്ടിട്ട് അടക്കാണ്. ആ ഭാഗം കൂടി ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഈ ഒരു മനോബലം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ആദർശം പോലും നമ്മളെ കൈമന്ന് വിട്ടുപോകുക. ഓരോരുത്തരും ഇന്ന് ആകാശത്തുനിന്ന് വീണവരെ പോലെയും സമൂഹത്തിന് മുൻപിൽ പരിഹാസ്യരായും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പല രീതികളും നമ്മൾ കാണാറില്ലേ? ഈമാനിന്റെയും വിശ്വാസത്തിന്റെയും കാര്യത്തിൽ ഉറച്ചു നമ്മൾ നിന്നപ്പം ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്, ഇന്ന് വരെ 1 നൂറ്റാണ്ടിലധികം ചരിത്രത്തിന്റെ പഴക്കമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്ന് വരെ ഈ കേരളക്കരയിലുള്ള പുത്തൻവാദികളായും പഴയവാദികളുമായിട്ടുള്ള ഒരു പ്രസ്ഥാനക്കാരന്റെ മുൻപിലും തലകുനിക്കേണ്ടി വരാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അന്നും ഇന്നും നമ്മൾ ഉറച്ചു നിന്ന ആ തൗഹീദിന്റെ, നമ്മളുടെ മനോബലത്തിന്റെ, വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടാണ്. ഇന്ന് വരെ നമ്മളൊന്നും മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ എന്തെങ്കിലും ഒരു കാര്യം. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, അതുകൊണ്ട് അവിടെ പോയി ഇങ്ങനെ ഉണ്ടോ? ഇന്ന് വരെ നമ്മളൊരു കാര്യം മാറ്റി പറയേണ്ടി വന്നിട്ടില്ലല്ലോ എന്ന്. തൊട്ട് മുമ്പ് മാറ്റി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? അബദ്ധം പറ്റിപ്പോയി എന്നുള്ളത്. എന്ത്? വിശുദ്ധ ഖുർആനിന്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യത്തെ മാറ്റി പറയേണ്ടി വന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു. എന്തേ? കാരണം പ്രമാണത്തെക്കാൾ പ്രമാണിമാർക്ക് പ്രാധാന്യം നൽകി.
പരിശുദ്ധ ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം. അൻസാർ വായിച്ച ആയത്തുണ്ട്, സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്ത്. ആ ഖുതുബയിൽ ആ 22-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി നാളെ പരലോകത്ത് വെച്ച് ശൈത്താൻ പറയുമെന്ന് അള്ളാഹ് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഇല്ലാൻ ദഅഉതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്നത് മാത്രമാണ് ഞാൻ ചെയ്തത്. ഫസ്തജബ്തുലി, അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അഥവാ ദുർബോധനം നടത്തിയപ്പോൾ ആ ദുർബോധനത്തിന് വിധേയമായി നിങ്ങൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. വലൂമു അൻഫുസക്കും, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ആക്ഷേപിക്കാം. ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല, നിങ്ങൾ എന്നെയും രക്ഷപ്പെടുത്തുകയില്ല എന്നു പറഞ്ഞ് ശൈത്താൻ പരലോകത്ത് വെച്ച് വളരെ കൂളായി ഒഴിവാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ വചനം ആലോചിച്ചു നോക്ക്. നിങ്ങൾ ചിന്തിക്കേണ്ടതായിരുന്നില്ലേ? പഠിക്കേണ്ടതായിരുന്നില്ലേ? സഹോദരന്മാരെ, CD ടവറിലെ സഹോദരന്മാരെ, നിങ്ങൾ അൻസാറിനെ വിളിച്ചു പറഞ്ഞോ, നീ ആദ്യം പറഞ്ഞതാണ് ശരി, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളോട് തിരുചര്യയോട് യോജിക്കുന്നത് അതാണ്, അതുകൊണ്ട് നീ തിരുത്തിയത് അബദ്ധത്തിലേക്കാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്ന്, നേരത്തെ ചോദിച്ചതുപോലെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ വിളിച്ചിരുത്തിയൊന്ന് ചോദിക്കാൻ, സാറേ ഏതാണ് എനിക്ക് ആ പറഞ്ഞെന്ന പ്രമാണം ജമിയത്തുൽമൻ്റെ ആൾക്കാരെ നമുക്കും കൂടി ഒന്ന് പഠിക്കാൻ. അത് നിങ്ങൾ ചോദിച്ചില്ല. ശരി, രണ്ടാമതൊരു വേറെ ചോദ്യം ചോദിച്ചൂടെ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തുവരുന്ന. അൻസാർ, അമാനിയുടെ തഫ്സീർ ഉണ്ടല്ലോ നമ്മളുടെ പള്ളിയിൽ, നീ ഒന്ന് വാ, ഇവിടെ ഇരിക്ക്. ആ അമാനിയുടെ തഫ്സീറിൽ നിങ്ങൾ രോഗമുണ്ടാക്കുമെന്ന് പറയുന്ന ആയത്തുകളുണ്ടല്ലോ, അതൊന്ന് എടുത്തു നോക്ക് നിങ്ങൾ. ഒന്ന്, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയിട്ടുള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പറയുന്നതാണ്. സൂറത്തു സാദിൽ കാണാം, അന്നി മസ്സനിയ ശൈത്വാനു ബിളുരിൻ അന്നി മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വഅദാബ് എന്ന് സൂറത്തു അംബിയായിൽ കാണാം. അത് വെച്ചിട്ടാണ് ഷെയ്ത്താൻ രോഗമുണ്ടാക്കുമെന്ന് ഇവർ പറയാറുള്ളത്. സുഹൃത്തുക്കളെ, ബഹുമാന്യരായ KNM-ന്റെ പ്രവർത്തകരെ, നിങ്ങൾ അമാനിമലയുടെ ആ ഖുർആൻ വിവരണം എടുത്തിട്ട് ആ ആയത്തിൻ്റെ വിശദീകരണം ഒന്ന് എടുത്തു നോക്കൂ. നിങ്ങൾ അവിടെ അമാനിമോലെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചീത്ത കാര്യങ്ങളെ പിശാച്ചുമായി ബന്ധപ്പെടുത്തി പറയാറുള്ള പതിവനുസരിച്ചോ ആയിരിക്കാം എന്നെ പിശാച്ചു സ്പർശിച്ചു, അന്നി മസ്സനിയ ശൈത്വാൻ എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്താണ്? പിശാച്ച് രോഗം ഉണ്ടാക്കുന്നല്ല, മറിച്ച് ചീത്ത കാര്യങ്ങളെ പിശാച്ചുമായി ബന്ധപ്പെടുത്തി പറയാറുള്ള പതിവനുസരിച്ചായിരിക്കാം എന്നെ പിശാച്ചു സ്പർശിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത്. സൂറത്തു അംബിയായിൽ ഈ സ്ഥാനത്ത് എനിക്ക് കഷ്ടത ബാധിച്ചിരിക്കുന്നു, മസ്സനിയൽ ളുർറു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. ഈ ആയത്ത് വെച്ചിട്ടാണ് പലപ്പോഴും ശൈത്താൻ രോഗം ഉണ്ടാക്കുമെന്ന് പറയുന്ന ആളുകൾ അന്ധവിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാറുള്ളത്. നിങ്ങൾ അൻസാറിനൊന്ന് വായിച്ചു കേൾപ്പിച്ചോ. വാ അൻസാർ, വാ, ഇജ് തിരുത്തീണല്ലോ, ഇജ് തിരുത്തീനെതിരാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞത് എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചോ. ഇനി ആലോചിച്ച് നോക്ക്, സൂറത്തു ബക്കറയിലെ 275-ാമത്തെ വചനം പലിശയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. പലിശയുടെ ഗൗരവം, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവനുള്ള കടുത്ത ശിക്ഷ, ഒരു വിശ്വാസിയുടെ നിലപാടെന്ത്, അതൊക്കെ പറയുന്നിടത്ത് ഖുർആൻ ഒരു ആലങ്കാരിക പ്രയോഗം നടത്തിയിട്ടുണ്ട്. നാളെ പരലോകത്തിൽ അവൻ ഹാജരാക്കപ്പെടുന്ന സമയത്ത്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ പിശാച്ചുബാധയേറ്റവനെ പോലെയല്ലാതെ അവന് അവിടെ ഹാജരാവാൻ സാധ്യമല്ല. ലാ യഖൂമു ഇല്ലാ കമാ യതഹബ്ബതുഹു ശൈത്വാനു മിനൽ മസ് എന്ന് പറയുന്ന ആയത്ത് ഇതെടുത്തിട്ടാണ് സമൂഹത്തിൽ ഇവർ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാറുള്ളത്. നോക്കൂ നിങ്ങൾ, അമാനി മൗലവി അതിന് വിശദീകരണം നൽകിയത് കേട്ടു നോക്കൂ നിങ്ങൾ. മരണാനന്തരം ഖബറുകളിൽ നിന്ന് പുനർജീവിച്ച് എഴുന്നേൽക്കുമ്പോൾ പലിശ തീറ്റക്കാർക്കുണ്ടാകുന്ന അവസ്ഥയാണിത് എന്നാണ് മിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ഐഹിക ജീവിതത്തിൽ ഓരോരുത്തരും കൈക്കൊണ്ടിരുന്ന നടപടികൾക്ക് അനുയോജ്യമായ ചില അവസ്ഥാവിശേഷങ്ങൾ ഖിയാമത്ത് നാളിൽ എല്ലാവരിലും വെളിപ്പെട്ടു കാണുന്നുവെന്നുള്ളത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പൊതുവെ അറിയപ്പെട്ടതാകുന്നു. ധനം എടുത്തവൻ കബളിപ്പിച്ചെടുത്ത വസ്തുവുമായി ഖിയാമത്ത് നാളിൽ വരുമെന്ന് 3:161 അള്ളാഹു പറയുന്നു. വുളു ചെയ്യുന്നതിൻ്റെ ഫലമായി
ഖിയാമത്തു നാളിൽ സത്യവിശ്വാസികളുടെ മുഖവും കൈകാലുകളും വെളുത്തിരിക്കുമെന്ന് ഹദീസിലും വന്നിരിക്കുന്നു. പലിശ തിന്നുന്നവരുടെ വയറ് വീടുകളെപ്പോലെ വലുതായിരിക്കുമെന്നും ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിലും വന്നിട്ടുണ്ട്. ഇതുപോലെ വേറെയും പലതും കാണാം. അപ്പോൾ പലിശ മുതൽ കൊണ്ട് വയറു നിറച്ചു വന്നതിൻ്റെ ഫലമായി ഖിയാമത്തു നാളിൽ അവർക്ക് ശരിക്ക് എഴുന്നേൽക്കുവാനോ നടക്കുവാനോ കഴിയാതെ ഭ്രാന്തന്മാരെ പോലെ ചരിഞ്ഞും മറിഞ്ഞും വീണുകൊണ്ടിരിക്കുമെന്ന് സാരം. കണ്ടോ, യതഹബ്ബത്തുഹു ശൈത്താനു മിനൽ മസ്സി എന്ന് പറഞ്ഞാൽ ശൈത്താൻ ബാധ ഉണ്ടാകും, ശൈത്താൻ രോഗം ഉണ്ടാക്കും എന്നല്ല. അമാനി മൗലവി കൃത്യമായി വ്യക്തമാക്കുകയാണ്. അപ്പോൾ പലിശ മുതൽ കൊണ്ട് വയറു നിറച്ചു വന്നതിൻ്റെ ഫലമായി ഖിയാമത്തു നാളിൽ അവർക്ക് ശരിക്ക് എഴുന്നേൽക്കുവാനോ നടക്കുവാനോ കഴിയാതെ ഭ്രാന്തന്മാരെ പോലെ ചരിഞ്ഞും മറിഞ്ഞും വീണുകൊണ്ടിരിക്കുമെന്ന് സാരം. മറ്റൊരഭിപ്രായം ഇതാണ്, പലിശക്കാർ ഭ്രാന്തും ലഹരിയും പിടിപ്പെട്ടവരെ പോലെയായിരിക്കും. ഭൂമിയിൽ വർത്തിക്കുക അഥവാ ധനം ശേഖരിക്കുവാൻ വേണ്ടി അവർ ഭ്രാന്തന്മാരെ പോലെ എന്തും ചെയ്തുകൊണ്ടിരിക്കും എന്നു സാരം. അല്ലാഹു അഅലം. അമാനി മൗലയുടെ ഖുർആൻ വിവരണ. ഈ ഭാഗം ഒന്ന് എടുത്ത് അൻസാറിനെ വിളിച്ചൊന്ന് നിങ്ങൾ വായിച്ചു കേൾപ്പിച്ചെടുത്തോ. എന്നിട്ട് അവനോട് പറയണം, അടുത്ത വെള്ളിയാഴ്ച പോയിട്ട് ആദ്യം പറഞ്ഞത് പറയാൻ പറയണം. കാരണം ഞാൻ തെറ്റുതിരുത്തി കുമ്പസരിച്ചതാണ് തെറ്റ്. അത് ശിർക്കിലേക്കും കുഫ്റിലേക്കും എത്തുന്ന വാദമാണ്. പിശാച് രോഗമുണ്ടാക്കുമെന്ന വാദം എൻ്റെ ജമിയത്തുൽ ഉലമ ഇറക്കിയിട്ടുള്ള പുസ്തകത്തിലെ 45-ാമത്തെ പേജ് തെളിവ്. എൻ്റെ KNM ഇറക്കിയിട്ടുള്ള അമാനി മൗലയുടെ തഫ്സീറിലെ സൂറത്തു ബക്കറയിലെ 275-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ സൂറത്തു സ്വാദിലെ ഇന്നായത്ത് വിശദീകരിക്കാൻ സാധിക്കുക. അതല്ലേ യഥാർത്ഥത്തിൽ ഒരു പണ്ഡിത ധർമ്മം. അതിന് വിരുദ്ധമായിട്ട് പണക്കാരുടെ മുമ്പിൽ പ്രമാണത്തെ വലിച്ചെറിയുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടുണ്ടോ? ദീനിനേക്കാൾ ദീനാറിന് വില കൽപ്പിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അതല്ലേ ഒരു വിശ്വാസി അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. പക്ഷേ ആ വിശ്വാസിക്കുണ്ടാവേണ്ട നിലപാടുണ്ടായില്ല. അതുകൊണ്ട് സാധാരണക്കാരായ KNMകാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, തൗഹീദ് വിട്ടുപോയാൽ അൻസാർ തന്നെ പറഞ്ഞല്ലോ, ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്ത് നിന്ന് വീണവനെ പോലെ, തഖ്തഫുഹു ത്വയ്ർ, പറവകൾ അവനെ റാഞ്ചിയെടുക്കും, അല്ലെങ്കിൽ ഔ തഹ്വീ ബിഹി റിഹ്, വല്ല കുഴിയിലോ കുണ്ടിലോ കൊണ്ടുപോയി കാറ്റവനെ വീഴ്ത്തും. ആ ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. ആ ഒരവസ്ഥ വന്നതെന്തുകൊണ്ടാണ്? അന്ധവിശ്വാസത്തിനെതിരെ സംസാരിച്ചു. ഭീഷണി വന്നപ്പോഴോ വീണ്ടും അന്ധവിശ്വാസത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥ. ഇതാണോ KNM നിലപാട്? എങ്കിൽ എന്തിനാണ് സുഹൃത്തുക്കളെ ആ KNMൽ നമ്മൾ വീണ്ടും തലകുനിച്ച് നിൽക്കേണ്ടത്? ആവശ്യമുണ്ടോ? മാന്യമായി അവനവൻ പഠിച്ച പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആശയം പറയാൻ സാധിക്കുകയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ നിൽക്കേണ്ടത്? അപ്പോൾ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു നോക്കിയാൽ വളരെ കൃത്യമാണ്, യാതൊരു സംശയവുമില്ല. ശൈത്താൻ, ജിന്ന് നമ്മളുടെ ശരീരത്തിൽ കയറിക്കൂടുകയോ രോഗമുണ്ടാക്കുകയോ ചെയ്യുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ തെളിവെന്താ? ഒരു ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദം എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന. ശരിയാണ്, സ്വഹീഹായ ഹദീസാണ്. നോക്ക്, എപ്പോഴാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞത്? ആ പറഞ്ഞ സന്ദർഭം മനസ്സിലാക്കിയാൽ തന്നെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമാവും. പ്രവാചകൻ സുബൈ നമസ്കാരം കഴിഞ്ഞു, ആളെ തിരിച്ചറിയാൻ പറ്റാത്ത ഇരുട്ട്. തൻ്റെ ഇണയായ സഫിയ റളിയല്ലാഹു അൻഹയുണ്ട് അവിടെ. സഫിയ റളിയല്ലാഹു അൻഹയുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് 2 സഹാബികൾ അപ്പുറത്തുകൂടെ നടന്നു പോകുന്നു. അവരെ വിളിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഭാര്യ സഫിയയാണ് കേട്ടോ. അപ്പോൾ ആ 2 സഹാബികൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അതിനെന്താ പ്രവാചകരെ? അല്ല, നിങ്ങൾ പൊയ്ക്കോളൂ. എന്നിട്ട് പ്രവാചകൻ അവിടെ പഠിപ്പിച്ചു ആ സഹാബികളെ, ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദം. എന്താ? നേർക്കുനേരെ വാക്കർത്തെടുത്താൽ രക്തം സഞ്ചരിക്കുന്നിടത്ത് പിശാചും സഞ്ചരിക്കും, മനുഷ്യനില്ലെന്നാണ്. എന്താ പ്രവാചകൻ അവിടെ ഉദ്ദേശിച്ചത്? ഇവിടുന്നാണ്ട് ഇറങ്ങിയാൽ ശൈത്താൻ ദുർബോധനവുമായി എത്തും അവരുടെ അടുക്കൽ. എന്താ? ഈ കണ്ടില്ലേ,
ഞാൻ കണ്ടു, ഒരു പെണ്ണേറ്റ് സംസാരിക്കണല്ലേ. അതെ, അതിപ്പോൾ ആരാ? അല്ല, നബിൻ്റെ ഏതെങ്കിലും ഭാര്യ? അല്ല, ഞാനും കാണാഞ്ഞിട്ടല്ല, ഞാൻ അപ്പോൾ അത് മുണ്ടണ്ടെന്ന് വിചാരിച്ച അല്ലേ. പിന്നെ ഓല് രണ്ടാൾ പോയിട്ട് വേറെ രണ്ടാളോട് പറയും, നാട്ടിൽ പ്രശ്നം ഉണ്ടാവും, തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ കുഴപ്പമുണ്ടാവും. പ്രവാചകൻ ആ തെറ്റിദ്ധാരണയെ തിരുത്തിക്കൊടുത്തു. ഇതെൻ്റെ ഇണയാണ്, സഫിയയാണ് കേട്ടോ, നിങ്ങളുടെ ഉമ്മയാണ് എന്ന് വിശദീകരിച്ചു കൊടുത്തു. ആ പ്രവാചകൻ പറഞ്ഞത് അവിടെ ആലങ്കാരികമായ പ്രയോഗം ഇസ്തിആറത്ത് എന്താണ്? മനുഷ്യ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം, അഥവാ രക്തം സഞ്ചരിക്കുന്നിടത്തോളം കാലം ശൈത്താൻ മനുഷ്യനെ ദുർബോധനം നടത്തുന്നു. ഇതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഖുർആന്റെ ശൈലി തന്നെ എന്താ? നമ്മൾ സൂറത്തുൻ നാസ് വായിക്കാറില്ലേ? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്നാ പറഞ്ഞത്. എന്താ ഖന്നാസ് എന്ന് പറഞ്ഞാൽ? വസ്വാസ് നടത്തിയിട്ട് ശരീരത്തിൽ കയറി കൂടുന്നവെന്നാണോ? അമാനിയുടെ തഫ്സീർ ഒന്ന് എടുത്തു നോക്കൂ സഹോദരന്മാരെ. പിന്മാറിക്കളയുന്നവൻ എന്നല്ലേ. വസ്വാസ് എടുത്തിട്ട് ഓൻ പിന്നെ രക്തക്കൊഴലിലൂടെ കയറിയല്ല, ഓൻ പിന്മാറിക്കളയും. ഓൻ അടുത്ത ജോലിയുണ്ട്, വേറെ ആളെ ഇതേ രീതിയിൽ ദുർബോധനം നടത്തേണ്ടതുണ്ട്. അതാ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഖുർആൻ തന്നെ പറഞ്ഞതാ. എന്നിട്ട് നോക്ക്, അന്ധവിശ്വാസം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട KNM-ലെ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇനിയും ഈ അന്ധവിശ്വാസവുമായി നടക്കുന്ന ആളുകളുടെ കൂടെ തന്നെയാണോ നമ്മൾ നിൽക്കേണ്ടത്? കേസും കൂട്ടും കയ്യടിയും ഒക്കെയായി കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്നുകൊണ്ട് ആലോചിച്ചു നോക്ക്. നിങ്ങൾ വേണോ? നിൽക്കേണ്ടതുണ്ടോ? നിൽക്കേണ്ടതില്ല എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പരലോകത്തിൻ്റെ കാര്യമാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ വസ്തുതകൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ആ കാലം തേടുന്ന ഇസ്ലാം എന്നത് ഞങ്ങൾ വെച്ചത്. ഇനി നിങ്ങളൊന്ന് സംസാരം കേട്ടു നോക്കൂ. ഷരീഫ് മേലേതിൽ സംസാരിക്കുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കൂ. എന്റെ നാട്ടിലെ പരിസരത്ത് നിന്നാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. വേദനയോടുകൂടെ തന്നെയാണ്, എന്റെ ഹൃദയം തൊട്ട് മനസ്സ് തൊട്ട് വലിയ വേദനയോടുകൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പാരമ്പര്യവും പഴക്കവും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാട്ടിലേറെ പറയാനുള്ള പുകൾപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് രോഗിയായ ഒരു വ്യക്തിയെ, ആ രോഗം ബാധിച്ച് അദ്ദേഹത്തിന് ജിന്നുബാധയാണ് എന്ന കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അഫ്ദലുൽ ഉലമ കഴിഞ്ഞ ഒന്നിലേറെ ആളുകളുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തിക്ക് ജിന്ന് ബാധിച്ചതാണ് എന്ന് സ്വയം വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അയാളെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടി ഇരുത്തി ചികിത്സിച്ചു കൊണ്ടിരിക്കെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ എങ്ങനെ ഓതി, അതാണ് പോലും ചികിത്സ നടന്നത്. ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന് ഒരു മുഴ അതിങ്ങനെ ഉരുണ്ട് മെല്ലെ മെല്ലെ നെഞ്ചിലൂടെ അങ്ങനെ മേലേക്ക് കയറി വന്നു. ജിന്നാണ്. ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഓത്തിങ്ങനെ കേൾക്കുമ്പോ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. ഏതെങ്കിലും ഖുറാഫി കുടുംബത്തിലെ കഥയല്ല ഞാൻ പറയുന്നത്. മരിക്കുന്നത് വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലത്തിൽ അമരത്തിരുന്ന ഒരു മഹാവ്യക്തിയുടെ വീട്ടിനകത്ത് നിന്ന് രോഗിയായ ഒരു മനുഷ്യരെ മാന്ത്രികന്റെ അടുത്ത്, മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് അതിനെപ്പറ്റി അതിന്റെ ആളുകൾ വിശദീകരിക്കുന്ന കഥയാണ്. അതിങ്ങനെ ഉരുണ്ടു വന്നു, എന്നിട്ട് ചങ്കിലെത്തി. ഈ മുഴ ചങ്കിലെത്തിയ സമയത്ത് ഓതുന്നയാൾക്ക് ഫോൺ വന്നു. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ പുറത്തുപോയി അയാൾ തിരിച്ചു വന്നപ്പോ ഈ മുഴ രോഗിയുടെ ചങ്കിൽ ഉറച്ചു പോയിരിക്കുന്നു. ഇനി അത് അങ്ങോട്ടും നീങ്ങില്ല. ഇനി ഓതിയാൽ രോഗി മരണപ്പെട്ടു പോകും. ഇത് വിശ്വാസമാണ്. ഇവർ മുജാഹിദാണ്, ഇവരാണ് മുജാഹിദുകൾ എന്നിവർ അവകാശപ്പെടുന്നു. ഇവരല്ലാത്തവരൊന്നും മുജാഹിദുകളല്ല എന്നിവർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു. പറയണം നാം കേരളത്തിലെ പൊതുസമൂഹത്തോട് ഈ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്, ഇതിന്റെ ആധാരം എന്താണ്, ഇതിന്റെ പ്രമാണം എന്താണ്, ഇതിന്റെ അടിസ്ഥാനം എന്താണ്, എന്തിന്റെ പേരിലാണ്, ഏത് ആയത്ത് വെച്ചിട്ടാണ്, ഏത് ഹദീസ് വെച്ചിട്ടാണ്, ആര് പറഞ്ഞതാണ്, നബി പറഞ്ഞോ, സ്വഹാബത്ത് പറഞ്ഞോ, താബിഈകൾ പറഞ്ഞോ, ആര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്? മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളിങ്ങനെ വരിക. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വീട്ടിലേക്ക് അയാൾ കയറാൻ സമയത്ത് സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് ഒരു കറുത്ത പൂച്ച അയാളെ തുറച്ചു നോക്കി. ഒരു കറുത്ത പൂച്ച. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് പെരയിലേക്ക് വരുന്ന ഒരാളെ ഒരു കറുത്ത പൂച്ച സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് തുറച്ചു നോക്കി. അയാൾ ഉറച്ചു തീരുമാനിച്ചു അത് ജിന്ന് തന്നെയാണ്.
അകത്ത് പോയി എയർ ഗൺ എടുത്തു, പുറത്തു വന്നു, പൂച്ചക്ക് ഷൂട്ട് ചെയ്തു. ഇത് കേരളമാണ്, ഇത് കേരളമാണ്. ഇവർ മുജാഹിദുകളാണത്രേ, ഇവർ സലഫികളാണത്രേ, ഇവരാണത്രേ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിൻഗാമികൾ. പറയണം കേരളത്തോട്, പ്രമാണം പറയണം, നിങ്ങൾ തെളിവ് പറയണം. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിശ്വാസം ഉണ്ടായത്? എന്തിന്റെ പേരിലാണ്? ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്? റസൂൽ പഠിപ്പിച്ചോ? സ്വഹാബത്ത് പഠിപ്പിച്ചോ? താബിഈകൾ പഠിപ്പിച്ചോ? ആര് പറഞ്ഞു നിങ്ങൾക്ക് ഈ ആദർശം? ആര് പഠിപ്പിച്ചു തന്നതാണ്? ഇതുമായി നടക്കുന്ന ആളുകൾ, ഇത് കൊണ്ട് നടക്കുന്ന ആളുകൾ വലിയ 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 സലഫികൾ. ഇതിനെതിർക്കുന്ന ആളുകൾ സലഫിയത്തില്ലാത്ത ആളുകൾ, ഇതിനെതിർക്കുന്ന ആളുകൾ, ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ കൊള്ളാത്തവർ, ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഒന്നിനും കൊള്ളാത്തവരായി അവരെ ചിത്രീകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ വക്താക്കളായി തങ്ങളെ വിശദീകരിക്കുന്ന ഒരവസ്ഥയിലാണ് ജിന്നുവാദികൾ ഇന്ന് കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കേട്ടല്ലോ. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്താണ് ഇതിൻ്റെ ആധാരം? എന്താണ് ഇതിൻ്റെ അടിത്തറ? എന്താണ് ഇതിൻ്റെ പ്രമാണം? പ്രവാചകൻ കാണിച്ചു തന്നിട്ടുണ്ടോ? സഹാബികൾ ചെയ്തിട്ടുണ്ടോ? അതല്ല താബിഈകൾ ചെയ്തിട്ടുണ്ടോ? താബിഈകൾ ചെയ്തിട്ടുണ്ടോ? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എൻ്റെ തലമുറ, അടുത്ത തലമുറ, അടുത്ത തലമുറ, ഇവരാണ് ഏറ്റവും ഉത്തമർ എന്ന് പറഞ്ഞ ഈ ഉത്തമ തലമുറയിലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആലോചിക്കണം. അൻസാറിനോട് ചോദിക്കണം ഇരുത്തിയിട്ട്. യഥാർത്ഥ തൗഹീദിന്റെ ആശയം പറഞ്ഞ് അടുത്ത ആഴ്ച ആവുന്നതിൻ്റെ മുമ്പ് ഭീഷണിപ്പെടുത്തിയപ്പോൾ തിരുത്തിയ അൻസാറിനെ വിളിച്ചിരുത്തി നിങ്ങൾ ചോദിക്കണം, ഇത് കേരളമാണ് എന്നല്ല, ഇത് കാരക്കുന്നത്താണ്, ഇത് നന്മണ്ടയാണ്, അതുപോലെ തന്നെ കോഴിക്കോടാണ് നീ ഖുതുബ നിർവഹിച്ചിട്ടുള്ളത്, ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നീ ഖുതുബ നിർവഹിച്ച് ആരോ മീശ പിരിച്ചപ്പോൾ, കണ്ണു ഉരുട്ടിയപ്പോൾ നീ തിരുത്തിയല്ലേ? ഇതിന്റെ പ്രമാണം എന്താണോ എന്ന് ചോദിക്കേണ്ട ബാധ്യത ബഹുമാന്യരായ CD ടവറിലെ പ്രവർത്തകരെ നിങ്ങൾക്കില്ലേ? ആ ബാധ്യത നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? തൗഹീദ് പ്രസംഗിച്ച ഒരു മനുഷ്യനെ തിരുത്തിച്ചിട്ട് ഷിർക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഒരു തിന്മക്കെതിരെ പ്രതികരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഒരു തെറ്റ്, ഒരു മുൻകർ നിങ്ങൾ കണ്ടാൽ സാധ്യമാവുമെങ്കിൽ കൈക്കൊണ്ട് തടയേണ്ടതുണ്ട്. കൈക്കൊണ്ട് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ നാവ് കൊണ്ട് തടയേണ്ടതുണ്ട്. അതിനും സാധ്യമല്ലെങ്കിൽ മനസ്സുകൊണ്ടൊരു വെറുപ്പെങ്കിൽ ഉണ്ടാവണം. അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ വശം. നിങ്ങൾ എന്തു ചെയ്തു? ഈമാനിന്റെ ഏതു ഭാഗമാണ് നിങ്ങൾ സ്വീകരിച്ചത്? അൻസാറിനെയും കൂട്ടി പോണ്ടങ്ങൾ, നിങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലേ, മുൻ വൈസ് പ്രസിഡന്റ് അല്ലേ, പോകണ്ടേ? ആ പ്രമാണം പറഞ്ഞെന്ന ആൾക്കാരൊന്ന് നമുക്ക് കാണിച്ചോണ്ടോ? ഞങ്ങളും വരാം, ഒറ്റക്കാവണ്ട, ഒന്ന് കാണണമല്ലോ, ആ പ്രമാണം ഒന്ന് ഞങ്ങൾ കാണട്ടെ. എവിടെയാണ് അതിൻ്റെ ആധാരം? ഇത് കാരക്കുന്നത്താണ്. നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞല്ലോ, ഈ പരിസര പ്രദേശങ്ങളിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശം പരിശുദ്ധ ഖുർആനിന്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ നാട്ടിൽ നിന്നാണ് ആളുകൾ പോയിരുന്നത് എന്ന്. അന്ന് എന്തൊക്കെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പരിഹാസ്യങ്ങൾ, കൂക്കുവിളികൾ, മർദ്ദനങ്ങൾ ഈ നാട്ടിലെ നമ്മളുടെ മുൻഗാമികൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ആ മുൻഗാമികളൊക്കെ വളരെ കൃത്യമായി പോറലേൽക്കാതെ നമ്മളുടെ കൈകളിൽ ഏൽപ്പിച്ച ഈ ആദർശത്തെ മുറുകെ പിടിക്കുന്നതിനു പകരം അന്ധവിശ്വാസത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ ഏത് ജമിയത്തുൽ ഉലമ പറഞ്ഞാലും അനുസരിക്കാൻ പാടുണ്ടോ? സഹോദരന്മാരെ ആലോചിച്ച് നോക്ക്. അനുസരണം, ഞാൻ അനുസരണയുള്ള ഒരു പ്രവർത്തകനാണ്. എൻ്റെ ജമിയത്തുൽ ഉലമ പറഞ്ഞപ്പോഴും ഞാൻ അനുസരിച്ചു. എവിടെയാണ് അനുസരിക്കേണ്ടത്? അമീറിനെ അനുസരിക്കണം, നേതൃത്വത്തെ അനുസരിക്കണം. പ്രവാചകൻ വലിയൊരു സംഘത്തെ അയച്ചു. വലിയ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അമീറിനെ നിശ്ചയിച്ചു കൊടുത്തു. ആ സംഘത്തിന് അമീറിനെ നിശ്ചയിച്ചു കൊടുത്തിട്ട് ആ കൂട്ടത്തിലുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ അമീർ ഇന്ന ആളാണ്, ആ അമീറിനെ അനുസരിക്കണം. അങ്ങനെ അമീറിൻ്റെ കൂടെ അവർ യാത്ര തുടർന്നു. ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ പറഞ്ഞു. അവിടെ തമ്പടിച്ചു അവർ. കുറച്ച് കഴിഞ്ഞപ്പോൾ അമീർ വിറക് ശേഖരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അവർ വിറക് ശേഖരിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ അമീർ പറഞ്ഞു, ആ വിറകിന് തീ കൊളുത്താൻ പറഞ്ഞു. വിറകിന് അവർ തീയിട്ടു.
തുടർന്ന് അമീർ പറഞ്ഞു, നിങ്ങളെല്ലാവരും ആ തീയിൽ ചാടണം. അപ്പോൾ അവിടെ ഒരു ഷാബുണ്ടായിരുന്നു, ഹദീസിലെ ഒരു യുവാവുണ്ടായിരുന്നു. ആ യുവാവ് പറഞ്ഞു, ഇല്ല, ചാടില്ല. ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങൾ പ്രവാചകനിൽ വിശ്വസിച്ചത്. അതുകൊണ്ട് പ്രവാചകനോട് ചോദിക്കാതെ അതിൽ ചാടുന്ന പ്രശ്നമേ ഇല്ല. അവർ തിരിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. പ്രവാചകനോട് അവർ ഈ കാര്യം പറഞ്ഞപ്പോൾ പ്രവാചകൻ അവരെ ബോധ്യപ്പെടുത്തി, നിങ്ങളെങ്ങാനും ആ അമീറിന്റെ കൽപ്പന അനുസരിച്ച് ആ തീക്കുണ്ടാരത്തിൽ ചാടിയിരുന്നുവെങ്കിൽ ശാശ്വതമായി നിങ്ങൾ നരകാവകാശികളാകുമായിരുന്നു. എന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ചു, ഇന്നമത്താഅതു ബിൽ മഅറൂഫ്, നന്മയിൽ മാത്രമാണ് അനുസരണം. നേതാവല്ലേ, KJU അല്ലേ, പണ്ഡിതനല്ലേ, സെക്രട്ടറി അല്ലേ എന്ന് വിചാരിച്ചേ ആ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കളയേണ്ട ബാധ്യത ഒരു വിശ്വാസിക്കില്ല. അങ്ങനെ വിഴുങ്ങിയ ഓ നരകത്തിലെത്തും. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ശ്രദ്ധിച്ച് കേട്ടിരുന്നുവെങ്കിൽ, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, ഞങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഈ നരകത്തിൽ അകപ്പെടുമായിരുന്നില്ല. കാര്യങ്ങളെ കേൾക്കണം, ബുദ്ധി ഉപയോഗിക്കണം, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം, എന്നിട്ടാണ് കാര്യങ്ങളെ തീരുമാനിക്കേണ്ടത്. അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവൻ നരകത്തിലേക്കെത്തും. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. എന്താണ് അവരുടെ പ്രത്യേകത? നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ജിന്നുവർഗത്തിൽപ്പെട്ടവർ, മനുഷ്യവർഗത്തിൽപ്പെട്ടവർ, അവർക്ക് ചിന്താശേഷി നൽകിയിട്ടുണ്ട്. പക്ഷേ ചിന്തിക്കേണ്ടത് അവർ ചിന്തിക്കൂല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. കേൾവി ശക്തി നൽകിയിട്ടുണ്ട്, പക്ഷെ കേൾക്കേണ്ടത് അവർ കേൾക്കില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കാഴ്ച ശക്തി നൽകിയിട്ടുണ്ട്, കാണേണ്ടത് അവർ കാണില്ല. ഉലൈക കല്ലൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. പോരാ, ബൽഹും അളൽ, ആ നാൽക്കാലിയേക്കാൾ മോശാണ് അവൻ. ചിന്തയും ബുദ്ധിയും അവനവൻ അല്ലാഹ് നൽകിയിട്ടുള്ള ആ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തി കാര്യങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി ഏറ്റവും നല്ലതിനെ പിന്തുടരുന്നവൻ, ഏറ്റവും നല്ലതിനെ പിന്തുടരുന്നവൻ, ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന മാ അഹ്സൻ. ഏറ്റവും നല്ലതിനെയാണ് പിന്തുടരേണ്ടത്. ആ പിന്തുടരുന്ന വിശ്വാസി അവനാണ് സ്വർഗ്ഗമുള്ളത് എന്ന്. അങ്ങനെ ആയിത്തീരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കണം. അതാണ് മുജാഹിദ് പ്രസ്ഥാനം, അതാണ് മുജാഹിദ് പ്രസ്ഥാനം അല്ലേ? അപ്പൊ ബുദ്ധി ഉപയോഗിക്കേണ്ട എന്നാണല്ലോ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. എന്നിട്ടോ ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറയുന്നവർക്ക് ഒരു പേരുവിട്ട്, എന്താ? അഖിലാനികൾ അല്ലേ? ഓല അഖിലാനികളാണ് എന്ന് ആ ഓമനപ്പേരും വിളിച്ചാൽ നടക്കാറുള്ളത്. നോക്ക്, ബുദ്ധിയില്ലാത്തവർ, സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ അല്ലേ, അവരുടെ കാക്കകാരണവന്മാർ ചെയ്തതനുസരിച്ച് ആരാധനകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ, അവർ പ്രവാചകനും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ മറുപടി അങ്ങനെ തന്നെയായിരുന്നു. പ്രവാചകന്മാർ അഖിലവും വന്നപ്പോൾ അവർ പറഞ്ഞു, എന്താ? വജദിന ആബാഅന കദാലിക യഫ്അലൂൻ, വജദിന ആബാഅന കദാലിക യഫ്അലൂൻ, ഞങ്ങളെ പൂർവികന്മാർ അപ്രകാരം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യാണ്. അവിടെ ഖുർആന്റെ ചോദ്യം, അവലൗകാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പൂർവികന്മാർ ഒന്നും ചിന്തിക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലും അവർ അതിനെ പിന്തുടരുകയാണോ? ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ അന്ധവിശ്വാസത്തിലേക്കുള്ള പ്രയാണം ഇന്നും ഇന്നലെയല്ല തുടങ്ങിയത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇത് മുമ്പേ ഉണ്ട്. പോയി പോയി എവിടെ എത്തി അറിയാം നിങ്ങൾ? ഹനീഫ കായക്കൊടി പറയട്ടെ എവിടെ എത്തി എന്നുള്ളത്. നേരത്തെ ഇവിടെ ഉമർ സാഹിബ് സൂചിപ്പിച്ചല്ലോ, വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അനസ് മൗലവി പറഞ്ഞില്ലേ നേരത്തെ ഹസീനയെ ചികിത്സിച്ചത്? ഒരു പെൺകുട്ടിയെ, അതും മാസങ്ങളോളം ഭക്ഷണം കൊടുക്കാതെ, ഒരു പത്തിരിയും ഒരു ഗ്ലാസ് വെള്ളമാണ് ആ കുട്ടിയുടെ ഒരു ദിവസത്തെ ഭക്ഷണം. ഇത് കൊടുത്ത് ശാരീരികമായി തളർന്ന ആ കുട്ടിയെ കമിഴ്ത്തിക്കിടത്തി കൈ രണ്ടും പുറകോട്ടേക്ക് വലിക്കുക, എന്നിട്ട് നട്ടെണ്ണിൽ മുട്ടുകൊണ്ട് വിരലമർത്തിപ്പിടിക്കുക. വിരലമർത്തിപ്പിടിച്ചിട്ട് ഈ പെൺകുട്ടിയോട് ശ്വാസം കഴിക്കാൻ പറയണം ഉറക്കെ. എന്തിന്? ജിന്നുള്ളത് മൂക്കിലാണത്രേ, മൂക്കിന്ന് ജിന്ന് പുറത്തു വരണമെന്നാണ്.
അത് ഇവരെ മാത്രം വിശ്വാസമല്ല, നമ്മളെ ചെറുവാടിക്കാരൻ ജിന്ന് ചികിത്സകൻ മന്ത്രവാദി എന്റെ മുമ്പിൽ നിന്ന് ചികിത്സിച്ചിട്ടുണ്ട്. യാദൃശ്ചികമായി പെരിന്തൽമണ്ണയിൽ ഒരു സംവാദ വ്യവസ്ഥയുമായി എത്തി രാത്രി അവിടെ താമസിക്കേണ്ടി വന്നു. പിറ്റേന്ന് രാവിലെ സുബഹിസ്കരിച്ച് പള്ളിയിൽ പോകുമ്പോ ഈ മന്ത്രവാദിയുടെ കൂടെ 2 ആളുണ്ട്, 2 ചെറുപ്പക്കാർ. റൂമിലെത്തി ഞാനൊരു ഫോണ് വന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു കയറുമ്പോ ഈ മന്ത്രവാദി അതിലൊരു ചെറുപ്പക്കാരനെ കസേരയിൽ ഇങ്ങനെ പുറകിലേക്ക് തല മലർത്തി കിടത്തി ഇരുത്തിയിരിക്കുകയാണ്. അയാളുടെ കയ്യിലൊരു പാത്രത്തിൽ വെള്ളമുണ്ട്. ഈ മന്ത്രവാദിയുടെ ദീനീ യോഗ്യതയും വിദ്യാഭ്യാസ യോഗ്യതയും ഈ മന്ത്രവാദിയുടെ ഭൗതിക വിദ്യാഭ്യാസ യോഗ്യതയും അറിയുന്നവനാണ് ഞാൻ. ഇവൻ ഈ കയ്യിൽ പാത്രം എടുത്തിട്ട് അതിൽ കൈയിട്ട് വെള്ളം മുക്കി ഈ പയ്യന്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. പയ്യൻ തല കൊടഞ്ഞു. എന്നോട് പറഞ്ഞു, കണ്ടില്ല കായക്കൊടി, തരിമൂക്കിനുള്ളിലാണ് ജിന്നുള്ളത്, അതാണിങ്ങനെ ആയത്തുൽ കുർസി ഓതിയ വെള്ളം തട്ടുമ്പോ പടയണത്. കേട്ടോ, ആയത്തുൽ കുർസി ഓതിയ വെള്ളം തട്ടുമ്പോൾ പടയാണ് ജിന്ന്, തരിമൂക്കിലാണ് ജിന്ന് അല്ലേ? മറ്റതോ ഷെരീഫ് മേലേതിൽ പറഞ്ഞ എന്താ? ഖുർആൻ ഇങ്ങനെ ഓതിയപ്പം വയറ്റിലുണ്ടായിന് ജിന്നിങ്ങനെ ഉരുണ്ട് എന്ത് ചെയ്തു? തൊണ്ടയിലെത്തി. അപ്പോൾ ഓതുന്ന ആൾക്ക് ഫോൺ വന്നപ്പോൾ എന്ത് ചെയ്തു? ജിന്ന് പിന്നെ തൊണ്ടയിൽ ഉറച്ചു. ആ സുഹൃത്ത് മരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പ്രമുഖ കുടുംബത്തിലൊരംഗമായിരുന്നു. എടത്തനാട്ടുകരയിലാണ് അത് സംഭവിച്ചത്. ഇവിടെ പെൺകുട്ടിയെ മാന്യമായി ഭക്ഷണവും പോലും കൊടുക്കാതെ കമഴ്ത്തി കിടത്തിയിട്ട് കൈ 2 ബാക്കോട്ട് പിടിച്ചു വെച്ച് അല്ലെങ്കിൽ കെട്ടിയിട്ട് എന്താ ചെയ്യുക? മുട്ടുകൊണ്ട് നട്ടലിൽ അമർത്തുകയാണ്. എന്തിന്? ജിന്ന് പുറത്തിയാടാൻ വേണ്ടിയിട്ട്, മറ്റേ വെള്ളം തളിക്കുക. ആരാണ് ഈ ചെറുവാടിക്കാരൻ ജമാൽ ചെറുവാടി? നിങ്ങൾക്കറിയോ മുജാഹിദ് ജിന്ന് യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേരള ശബ്ദത്തിൽ കവർ സ്റ്റോറി വന്നു. ചെറുവാടിയിൽ അടിച്ചിറക്കൽ നടന്നു. അന്ന് ഞങ്ങൾ പോയി അവിടെ അതിനെതിരെ പ്രതികരിച്ചു. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇത് പ്രാകൃതമാണ്, ഇസ്ലാമികമല്ല, ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ അവിടെ പ്രോഗ്രാം നടത്തി. അതിന് മറുപടി പറയാൻ, ഞങ്ങൾക്കന്ന് മറുപടി പറയാൻ അവിടെ വന്നത് ആരായിരുന്നു അറിയോ നിങ്ങൾ? മുജാഹിദ് ജിന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന കേരള ശബ്ദത്തിൽ വന്ന ആ കവർ സ്റ്റോറി അവിടെ ജമാൽ ചെറുവാടി ജിന്നിനെ അടിച്ചിറക്കിയതിൻ്റെ പേരിലായിരുന്നു. ഞങ്ങൾ അതിനെ ശക്തിയുക്തം പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ എതിർത്തപ്പോൾ അന്ന് മറുപടി പറയാൻ വന്ന യോഗം ഉദ്ഘാടനം ചെയ്തത് ഇന്നത്തെ KNM സെക്രട്ടറിയാണ് അല്ലേ? തമ്മിൽ തല്ലി അവസാനം മധ്യസ്ഥം പറഞ്ഞ് നിങ്ങൾ തന്നെ ആയി സെക്രട്ടറി, ബാക്കി പിന്നെ ആലോചിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ സെക്രട്ടറി ആക്കിയിട്ടുള്ള, നേരത്തെ സെക്രട്ടറി ആയിരുന്ന ജമിയത്തുൽമയുടെ സെക്രട്ടറി ആയിരുന്ന MM മദനിയാണ് അന്ന് ജമാൽ ചെറുവാടിയെ ന്യായീകരിക്കാൻ വന്ന യോഗോദ്ഘാടനം ചെയ്തത്. ചരിത്രം മറക്കാൻ പാടില്ല സുഹൃത്തുക്കളെ. ചരിത്രത്തിൽ നിന്ന് ചില പാഠങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മളുടെ കേൾവിയെയും കാഴ്ചയെയും ചിന്തയെയും മറച്ചു വെക്കാൻ പാടില്ല. അതിൽ നമ്മൾ കേൾക്കുന്നതിനേക്ക് ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. അന്ന് അവിടെ പ്രസംഗിച്ചത് ആരാറിയ നിങ്ങൾ? ഇന്ന് അനീഫ കായക്കോടിൻ്റെ ഒപ്പം നടക്കുന്ന അനസ് മുസ്ലിയാരാണ് അന്ന് അവിടെ പ്രസംഗിച്ചത്. എന്തിനെതിരെ? ജമാൽ ചെറുവാടിയെ ന്യായീകരിച്ചുകൊണ്ട്, ജിന്നു ചികിത്സ നടത്തിയതിനെ ന്യായീകരിച്ചുകൊണ്ട്. ഈ ആൾക്കാരൊന്നും അതിലുണ്ടേ. ഞാൻ പറഞ്ഞല്ലേ, കിണറ് വെള്ളം കോരി ഒഴിവാക്കിയിട്ടുള്ളൂ, ഒഴിവാക്കേണ്ടത് അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? ഒഴിവാക്കിയിട്ടില്ല. എൻ്റെ CD ടവറിലെ പ്രവർത്തകരെ, നിങ്ങൾക്കിടയിൽ മനസ്സിലുണ്ടല്ലോ ഈ അന്ധവിശ്വാസമൊന്നും മുജാഹിദ് പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നതല്ല, പറഞ്ഞതല്ല, പ്രചരിപ്പിച്ചതല്ല എന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടല്ലോ. ശരി, എങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രതികരണശേഷി നഷ്ടപ്പെടുന്നു? എവിടെയാ നിങ്ങളുടെ പ്രതികരണശേഷി? നിങ്ങളുടെ ഈ കാരക്കുന്നത്തുകാരൻ ഇത്തരത്തിലുള്ള ഒരു അബദ്ധം ചെയ്തിട്ട് നിങ്ങൾ അയാളെ തിരുത്തിയോ? അതൊന്ന് മാന്യമായി പറഞ്ഞു കൊടുത്തുകൂടെ? നീ അത് മാറ്റി പറയണമെന്നല്ല പറയേണ്ടത്. മാത്രമല്ല, ആലോചിച്ച് നോക്കും നിങ്ങൾ, മിമ്പറകൾക്കൊരു പവിത്രതയില്ലേ? ആ മിമ്പറിൽ നിന്ന് വെള്ളിയാഴ്ച പ്രസംഗിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈമാൻ അധികരിപ്പിച്ച് ജീവിതത്തെ നന്നാക്കി തീർക്കുന്നവരല്ലേ സമൂഹം. എന്നിട്ട് ആ മിമ്പറിൽ നടത്തിയ പ്രസംഗം തൊട്ടടുത്ത വെള്ളിയാഴ്ചയുടെ മുമ്പ് തിരുത്തി പറയാ, അത് എനിക്ക് അബദ്ധം പറ്റിയതാ. ആരാ പറഞ്ഞെന്ന്? എൻ്റെ ജമിയത്തുൽമയാണ്. എന്നാ അയാൾക്ക് ബാധ്യതയില്ലേ? ആ അബദ്ധം പറ്റിയതാണ്, ഞാൻ തിരുത്തിയെന്ന് പറയുന്നതോടൊപ്പം ഇന്നന്ന പ്രമാണങ്ങളാണ് എനിക്ക് ജമിയത്തുൽമ പറഞ്ഞെന്നത്, അത് ഞാൻ പരിശോധിച്ചപ്പോൾ ക്ലിയർ ആണെന്ന് മനസ്സിലായി എന്ന് പറയേണ്ട ബാധ്യത അയാൾക്കില്ലേ? അയാൾ നിർവഹിച്ചോ? ഒരു പണ്ഡിതനാണെങ്കിൽ
ശരി, അതിന് സാധ്യമല്ലെങ്കിൽ തൊട്ടടുത്ത വെള്ളിയാഴ്ച അവിടെ പോയിട്ട് പറയണ്ടേ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ ആ ഖുതുബയിൽ ഞാൻ ഇന്ന ആയത്തൊക്കെ ഉദ്ധരിച്ചിരുന്നു, ആ ആയത്തൊന്നും അതിൻ്റെ വിശദീകരണമൊന്നും അങ്ങനല്ല, എനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറയേണ്ട ബാധ്യത അയാൾക്കില്ലേ? അതല്ല സമൂഹത്തെ തെറ്റിൽ നിർത്തുകയും മൂപ്പര് മാത്രം തടി സലാമത്താക്കുകയും ചെയ്താൽ മതിയോ? ആലോചിക്കണം, വളരെ കൃത്യമായി ചിന്തിക്കണം സഹോദരന്മാരെ. അപ്പൊ ഖുർആൻ ഇത്തരത്തിലുള്ള മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജിന്നൊരിക്കലും മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടുമെന്നോ രോഗമുണ്ടാക്കുമെന്നോ പരിശുദ്ധ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സൂറത്തു അഅറാഫിലെ 27-ാമത്തെ ആയത്തെടുത്ത് വായിച്ചു നോക്ക്. അവിടെ അള്ളാഹ് മനുഷ്യ സമൂഹത്തെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട്. യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ ഫിതനയിലാക്കാതിരിക്കട്ടെ. ലാ യഫ്തിനന്നകും ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ ഫിതനയിലാക്കാതിരിക്കട്ടെ. എങ്ങനെ? കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അവൻ നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കിയതുപോലെ. വളരെ കൃത്യമാണ്. സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ മാതാപിതാക്കളെ പുറത്താക്കിയതുപോലെ ശൈത്താൻ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കട്ടെ, ഫിത്തനയിലാക്കാതിരിക്കട്ടെ. അപ്പൊ ആകെ ശൈത്താന്റെ ഫിത്തന അതാ ഖുർആൻ എടുത്തു പറഞ്ഞു. എങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്? കയ്യും കാലും കൂട്ടി പിടിച്ച് പുറത്തു കൊണ്ടിട്ടതാണോ? അല്ലെങ്കിൽ രോഗം ഉണ്ടാക്കിയിട്ട് പുറത്ത് ചാടിച്ചതാണോ? അല്ലല്ലോ. ഖുർആൻ പറഞ്ഞു, സൂറത്തു ബഖറയിൽ 36-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അസല്ലഹുമ ഷൈത്താൻ, ഷൈത്താൻ അവരെ വഴികേടിലാക്കി. സൂറത്തു അഅറാഫിലെ 20-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഫവസ്വസ ലഹുമ ഷൈത്താൻ, ഷൈത്താൻ അവർക്ക് ദുർബോധനം നടത്തി. ഇതാണ് ഷൈത്താൻ ചെയ്യുക. ഈ ഷൈത്താന്റെ ദുർബോധനം ഉണ്ടായാൽ എന്തു വേണം? ഇമ്മാ യൻസഅന്നക ശൈത്താനു നസ്ഉൻ ഫസ്തഇദു ബില്ലാഹ്, ഷൈത്താൻ നിന്റെ മനസ്സിൽ വല്ലതും തോന്നിപ്പിക്കുകയാണെങ്കിൽ, അത്തരത്തിൽ വല്ലതും ഇളക്കി വിടുകയാണെങ്കിൽ ഫസ്തഇദു ബില്ലാഹ്, നീ അള്ളാഹിനോട് രക്ഷ തേടിയേക്ക്. അടിച്ചറക്കലില്ല, വെള്ളം കൊടയിലില്ല, ഒന്നുമില്ല, അള്ളാഹിനോട് രക്ഷ തേടിയേക്ക്. സൂറത്തു അഅറാഫിലെ 200-ാമത്തെ വചനം, സൂറത്തു ഫുസ്സിലത്തിലെ 36-ാമത്തെ വചനം, അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് പരിശോധിച്ച് നോക്ക്. വളരെ ക്ലിയർ അല്ലേ? പിന്നെ എങ്ങനെയാ നമ്മൾ ഈ അന്ധവിശ്വാസത്തിൽ ചെന്ന് ചാടുന്നത്? ഒരിക്കലും അത്തരത്തിൽ ചാടാൻ പാടില്ല. ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്താൻ മനുഷ്യന്റെ ശത്രുവാണ്. ഖുർആൻ അത് ആവർത്തിച്ച് പറഞ്ഞു. സൂറത്ത് യൂസുഫിൽ പറഞ്ഞു, ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ, ശൈത്താൻ മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. സൂറത്തു ഫാത്തിറിലെ 5-6 വചനത്തിൽ പറഞ്ഞു, ഷൈത്താൻ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവൻ അവന്റെ ആളുകളെ ക്ഷണിക്കുന്നത് നരകാവകാശിയായി തീരുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്ത് വേണം? ആ ഷൈത്താന്റെ ദുർബോധനത്തിൽ നിന്ന് റബ്ബിനോട് രക്ഷ തേടണം. കുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ആലോചിച്ചു. അപ്പോൾ ചോദിക്കും, ഫി സുദൂരിന്നാസ് എന്നല്ല പറഞ്ഞത്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഹൃദയം ഇവിടെ പുറത്താണോ എന്ന് ചോദിക്കും. അടുത്ത ചോദ്യം അയാളോട് തിരിച്ചൊന്ന് ചോദിച്ചാൽ മതി. ആയിക്കോട്ടെ, ഫി സുദൂരിന്നാസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആയത്തൊന്ന് പറഞ്ഞാ മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലുണ്ട് ഈ ദുർബോധനം നടത്തുന്ന ശൈത്താന്മാര്, ജിന്നുവർഗത്തിലുണ്ട് അല്ലേ? അപ്പം മനുഷ്യരിലെ ശൈത്താന്മാരെങ്ങനെ ദുർബോധനം നടത്തുക? എവിടെയെങ്കിലും ഉള്ളുകാരിലുണ്ടോ? അല്ലേ? ഇപ്പൊ ദുർബോധനം നടത്തിയല്ലോ, നന്മണ്ടന ജമിയത്തുൽമന്റെ നേതാക്കന്മാർ വിളിച്ചിട്ട് ദുർബോധനം നടത്തി. എന്നിട്ട് അസൽ പറഞ്ഞ തൗഹീദ് എന്ത് ചെയ്തു? തിരുത്തി ഷിർക്കിലേക്ക് എത്തി. എങ്ങനെ ദുർബോധനം നടത്തിയേ? നന്മണ്ടന്റെ ഉള്ളിൽ കയറിയോ? അൻസാറിന്റെ ഉള്ളിൽ കയറിയോ? ആ ദുർബോധനം അതന്നെയാണ് ശൈത്താനും നടത്തുക. അത്തരത്തിലുള്ള ദുർബോധനങ്ങളിൽ നിന്ന് റബ്ബിനോട് രക്ഷ തേടുക. അതല്ലാതെ ശൈത്താൻ ശരീരത്തിൽ കയറിക്കൂടി രോഗമുണ്ടാക്കുമെന്നോ ഭ്രാന്തുണ്ടാക്കുമെന്നോ മറ്റുള്ള ശാരീരിക രോഗങ്ങൾ ഉണ്ടാക്കുമെന്നോ ഒന്നും പരിശുദ്ധ ഖുർആനോ തിരുചര്യയോ സ്വഹീഹായിട്ടുള്ള ഹദീസുകളോ പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെയാണ് മറ്റുള്ള ചില അന്ധവിശ്വാസങ്ങളിലെ കണ്ണേറ്. എന്താ കണ്ണേറ്? അല്ലേ? നമ്മളെ അല്ലേ നല്ലൊരു പച്ചക്കറിയൊക്കെ തോട്ടമൊക്കെ ഉണ്ടാക്കിനി നമ്മൾ അല്ലേ? പച്ചക്കറി തോട്ടം നമ്മളുടെ കുമ്പളങ്ങൊക്കെ ഇളവനൊക്കെ നല്ലോണം കാഴ്ചക്കുണ്ട്. അപ്പുറത്ത് അയമുട്ടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മുഹമ്മദേ എൻ്റെ കുമ്പളങ്ങ എന്ന് പറഞ്ഞു അല്ലേ? ഏയ് എന്താടാ എൻ്റെ കുമ്പളങ്ങ? വൈകുന്നേരം ആയപ്പോത്തിനും വള്ളി പാടി അല്ലേ? എന്ത് ചെയ്തു? കായൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞാടാൻ തുടങ്ങി അല്ലേ?
അത് പറ്റാതൊക്കെ എഴുതി വെച്ചാളാ. മാഷാ അല്ലാ തബാറക വ തആല എഴുതി വെച്ചാളാണ്. അത് ചോദിക്കട്ടെ, എന്താ ഈ മാഷാ അല്ലാ? വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാ. സൂറത്തു കൗഫിൽ നമ്മൾ വായിച്ചു പോകുന്നുണ്ടാവും. ഒരു തോട്ടക്കാരൻ്റെ, സത്യനിഷേധിയായ ഒരു തോട്ടക്കാരൻ്റെ കഥ പറയുന്നുണ്ട്. സത്യനിഷേധിയായ തോട്ടക്കാരനും സത്യവിശ്വാസിയായ സാധാരണക്കാരനും തമ്മിൽ അവിടെ ഒരു സംവാദം നടക്കുന്നുണ്ട്. അത് സൂറത്തു കൗഫിൽ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ധിക്കാരിയായ സത്യനിഷേധിയായ തോട്ടക്കാരൻ അവൻ്റെ പണത്തിലും ഹുങ്കിലും അഹങ്കരിച്ചു. പക്ഷേ തോട്ടം നശിച്ചു. അപ്പം വിശ്വാസിയായ മനുഷ്യൻ അവനോട് പറയുന്നുണ്ട്, വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാ. ഇതൊക്കെ റബ്ബിൻ്റെ അനുഗ്രഹമാണ് എന്ന് നിന്റെ തോട്ടത്തിൽ കയറിയപ്പോൾ എനിക്ക് പറഞ്ഞുകൂടെയിരുന്നോ എന്ന്. ആ റബ്ബിൻ്റെ അനുഗ്രഹമാണ്, അൽഹംദുലില്ലാ മാഷാ അല്ലാ പറയണ്ടേ. ഈ അനുഗ്രഹം കാണുമ്പോൾ ഇത് പറഞ്ഞോളിയേണ്ടി, നീ ധിക്കരിച്ചു ഒക്കെ പോയില്ലേന്ന്. എന്നിട്ട് അത് ബോർഡിൽ എഴുതി വെക്കുക. പണ്ടെന്താ ചെയ്തിന്, വല്യമ്മാൻ്റെ ബ്ലൗസ് എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചപ്പ് നിറച്ചിട്ട് അത് കുത്തിയക്കലേനി കരിങ്കണ്ണ നോക്കുന്നു. ഇപ്പൊ കണ്ണേറ് എന്താ കണ്ണേറിന് തെളിവ്? കണ്ണേറിന് തെളിവ് സൂറത്തു കലമിൽ 53-ാമത്തെ ആയത്തിൽ ആര് പറഞ്ഞിട്ടുണ്ട് എന്നാ? അമാനി മൗലവി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞു നടക്കുന്നത്. എവിടെ പറഞ്ഞത്? നിങ്ങൾ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. സൂറത്തു കലമിലെ 53-ാമത്തെ ആയത്ത് ഏതായാലും നിങ്ങൾ വയ്യക്കാതുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ ദിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. അവിശ്വസിച്ചവർ ഉത്ബോധനം ഖുർആൻ കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് നിന്നെ അവർ വഴുക്കി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു. അവർ പറയുകയും ചെയ്യുന്നു, നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന്. ഈ ആയത്താണത്ര കണ്ണേറ് തട്ടുന്നില്ലിൻ്റെ തെളിവ്. അമാനിമൂലെ വിശദീകരിച്ച് നോക്ക് നിങ്ങൾ. ഖുർആൻ കേൾക്കുമ്പോൾ അവിശ്വാസികളിലുണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തു കാട്ടുന്നത്. കഠിന കോപത്തോടുകൂടി അവർ തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിൻ്റെ ഗൗരവം നിമിത്തം തിരുമേനി സ്തംഭിച്ചു കാൽ വഴുതി അടിതെറ്റി വീണുപോയേക്കും. അഥവാ അത്രയും കടുത്തതായിരിക്കും അത്. ന്യായം കൊണ്ടും തെളിവുകൊണ്ടും മറക്കുവാൻ കഴിയാത്ത അവർ നബിയെ ഭ്രാന്തനെന്ന് പറഞ്ഞ് തൃപ്തി അടയുകയും ചെയ്യും. അവർ സ്വീകരിക്കുന്നില്ലെന്ന് വെച്ച് ഖുർആൻ്റെ പ്രബോധനം നിർത്തിവെക്കേണ്ടതില്ല, നിർത്തിവെക്കുവാൻ നിവൃത്തിയില്ല. കാരണം അത് അവരെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, ലോകരെയെല്ലാം പൊതുവിൽ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്. ആലോചിച്ചു. അപ്പം എന്താണ് അവരുടെ ആ നോട്ടം? അത്രയും ഗൗരവത്തിലാണ് പ്രവാചകനോട് അവർ കോപത്തോടെ, ദേഷ്യത്തോടെ, വിദ്വേഷത്തോടെ നോക്കാറുള്ളത്. അല്ലാതെ നോക്കിയിട്ട് മറിച്ചിടും കണ്ണീറട്ടുന്നല്ല ആയത്തിൽ പറഞ്ഞു. ഇനിയോ വേറെ തെളിവെന്താ കണ്ണീറട്ടുന്നില്ലീന്? അമാനി മൗലവി പറഞ്ഞിട്ട് കണ്ണീർ തട്ടുന്നു. എന്താ? യൂസുഫ് അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് സഹോദരന്മാർ ചെല്ലുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാമയുടെ ഉപ്പ യാക്കൂബ് നബിയോട് പറഞ്ഞു. എന്തു പറഞ്ഞു? നിങ്ങളൊരു വാതിൽക്കലൂടെ കയറരുത് കേട്ടോ എന്ന് പറഞ്ഞു എന്നാ. അപ്പോൾ ഒരു വാതിൽക്കലൂടെ കയറരുത് എല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ എന്താ? അത് കണ്ണേർ തട്ടുന്ന് വിചാരിച്ചിട്ടാണ്. നോക്കൂ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി എഴുതി. ഒന്ന് എന്താ എഴുതിയത്? യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മനസ്സിലുള്ള എന്തോ ഒരാവശ്യം നിർവഹിച്ചു എന്നേയുള്ളൂ. ഇല്ലാ ഹാജത്തം ഫീ നഫ്സി യാക്കൂബ ഖലാഹ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ആവശ്യത്തെ അള്ളാഹു അവ്യക്തമാക്കി വച്ചിരിക്കുന്ന സ്ഥിതിക്ക് ആ ആവശ്യം എന്തായിരുന്നുവെന്ന് നാം ചുഴിഞ്ഞു നോക്കേണ്ടതില്ല. ഖുർആനിൽ നിന്നോ നബിവാക്യങ്ങളിൽ നിന്നോ അതിനെ നിർണയിക്കുന്നതിന് മതിയായ തെളിവുകളും നമുക്കില്ല. ഈ അഭിപ്രായമാണ് കൂടുതൽ സുരക്ഷിതമായതെന്നുള്ളതിൽ സംശയമില്ല. കൂടുതൽ സുരക്ഷിതമായത് 1-ാം നമ്പർ ഇട്ട് അഭിപ്രായം കൊടുത്തു, പിന്നെ 2-ാം നമ്പർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സുരക്ഷിതമായത് ഏതാ? ഒരു മുജാഹിദ് പ്രവർത്തകൻ ഉൾക്കൊള്ളേണ്ടത് എന്താണ് എന്ന് അമാനി മൗലവി കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഈ അന്ധവിശ്വാസത്തിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പൊ അൽ ഐനു ഹക്കുൻ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്താണ് അൽ ഐനു ഹക്കുൻ എന്നുള്ളത്? സ്വഹീഹായ ഹദീസാണ്, ഒരു കുഴപ്പമില്ല. ആ കണ്ണ് സത്യമാണ് എന്ന് അതിൻ്റെ അർത്ഥം. അൽ ഐന് പറഞ്ഞാൽ കണ്ണേറ് എന്നല്ല അർത്ഥം. അൽ ഐന് അൽ യദ് എന്ന് പറഞ്ഞാൽ കയ്യേറ് എന്നർത്ഥം കിട്ടുക. മൂക്ക് അൽ അൻഫ് പറഞ്ഞാൽ മൂക്കേറ് എന്നർത്ഥം കിട്ടുക. ലിസാന് അൽ ലിസാന് പറഞ്ഞാൽ നാക്കേറ് എന്നർത്ഥം കിട്ടുക. കിട്ടൂല. പിന്നെന്താ അൽ ഐന് എന്ന് പറഞ്ഞാൽ?
അലിഫുലാമ് ചേർത്തി പറഞ്ഞു, നെക്കിറയെ മാരിഫയാക്കി. ആ നോട്ടം, ആ കണ്ണ്, കണ്ണ്, ആ നോട്ടം, ഏതാണ് ആ നോട്ടം? ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, ആരാ വിശദീകരിച്ച് തരേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വിശദീകരിച്ച് തന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നു. എന്ത്? പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മിൻ ഐനി ഹാസിദിൻ വമിൻ നഫ്സി ഹാസിദിൻ, അസൂയാലുവിൻ്റെ നോട്ടത്തെ തൊട്ട് അവൻ്റെ പ്രവർത്തനത്തിൽ നിന്ന്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴും പറഞ്ഞു മിൻ ഐനി ഹാസിദിൻ വമിൻ നഫ്സി ഹാസിദിൻ. എന്താ? അസൂയാലുവിൻ്റെ നോട്ടം. നോട്ടം കൊണ്ട് എന്തേലും പറ്റുമോ? ഒന്നും പറ്റൂല. എന്തിനാ അസൂയ എന്ന് പറയാ? ഒരാളുടെ നന്മ നീങ്ങിപ്പോവണമെന്ന നമ്മളുടെ ദുഷിച്ച ചിന്തക്കാണ് എന്ത് ചെയ്യാം? അസൂയ എന്ന് പറയാം. ഈ അസൂയാലു നോക്കിയാൽ എന്തേലും പറ്റുമോ? പറ്റൂല. പിന്നെ അവൻ്റെ മനസ്സിൽ അസൂയ വന്നാൽ അവൻ പ്രവർത്തിക്കും. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുക? നമ്മളോടുള്ള അസൂയ കൊണ്ട് എന്തൊക്കെയാണ് അവൻ പ്ലാൻ ചെയ്യുക, എന്തൊക്കെ പൂരാതി അവൻ പറഞ്ഞുണ്ടാക്കാന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് അത്തരത്തിൽ അസൂയ വെക്കുന്നവരുടെ ഷെറിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലു അസൂയ വെക്കുമ്പം പടച്ചോനെ ഓൻ്റെ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അത്രേ ഉള്ളൂ. അതല്ലാതെ നോട്ടം കൊണ്ട്, വാക്കുകൊണ്ട് ഒരാൾ വീണു പോവുക, അതല്ലെങ്കിൽ കുഴഞ്ഞു വീണു പോവുക, അതൊന്നും ഇസ്ലാമികമല്ല. മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് ഇത് മാത്രമാണ്. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്. ഇനി അതേ രീതിയിൽ തന്നെ സിഹറിനെ കുറിച്ചെടുത്തു നോക്ക് നിങ്ങൾ, അല്ലേ? ആർക്കാ ലോകത്തിൽ സിഹർ ബാധിച്ചത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാധിച്ചണോ? ആർക്കെങ്കിലും ബാധിച്ചില്ലേ? ഞമ്മക്കൊന്നും ബാധിച്ചിട്ടില്ല. പിന്നെ ആർക്ക് മാത്രമാണ് ബാധിച്ചത്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. എന്താണ് സിഹറിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ആരാണിത് ഉണ്ടാക്കിയത്? ജൂതന്മാരിൽ നിന്ന് വന്നതാണ് ഈ കെട്ടുകഥ. ആലോചിച്ച് നോക്ക്. മരണം ഇത് ബാധിക്കുമെന്ന കെട്ടുകഥ ജൂതന്മാരിൽ നിന്ന് വന്നതാ. സഹോദരന്മാരെ, അമാനി മൗലയുടെ തഫ്സീർ എടുത്തോളി. അവിടെ പള്ളിക്ക് പോയി പൂട്ടി വെക്കണ്ട, പരിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല. സൂറത്തുൻ നിസായിലെ 51, 52 ആയത്തെടുക്കി. എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിൽ ജിബുത്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നവരെ അള്ളാഹ് ശപിച്ചിട്ടുണ്ട്. വായിച്ചു നോക്കിയാട്ടെ വിശദീകരണം ഒന്ന് എടുത്തിട്ട്. അൻസാർ നന്മണ്ടൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കേണ്ടി. അടുത്ത ആഴ്ച പോയി ഖുത്ബ പറയാൻ പറയും. അമാനി മൗലയുടെ തഫ്സീറിലുള്ളത് മാത്രം വായിച്ചു കൊടുത്താൽ മതിയോന്, വേറൊന്നും പറയണ്ട. പിന്നെ ജമിയത്തുൽമൻ്റെ ആരെങ്കിലും വിളിച്ച് കണ്ണുരുട്ടുമ്പം ഇത് കേന്നം ഇറക്കിയ അമാനിയുടെ തഫ്സീറിലുള്ളതാണ് ഞാൻ വായിച്ചത് എന്ന് പറഞ്ഞാൽ മതി. എന്താണ്? ഒരു നന്മയുമില്ലാത്ത, മിഥ്യയായത്, ഒന്നിനും കൊള്ളാത്തത്, ദുഷ്ടമായത്, ക്ഷുദ്രം എന്നൊക്കെ അർത്ഥം നൽകാവുന്ന പദമാണ് ജിബുത്ത്. കേട്ടല്ലോ? ഇനി ബാക്കി കൂടി കേട്ടോളി. സിഹിർ, ആഭിചാരം, ആഭിചാരി, പ്രശ്നം നോക്കൽ, പ്രശ്നക്കാരൻ, വിഗ്രഹം ആദിയായ അടിസ്ഥാനരഹിതങ്ങളായ പലതിനും ജിബുത്ത് എന്ന് പറയപ്പെടാറുണ്ട്. ശകുനം നോക്കലും പ്രശ്നം വെക്കലും പക്ഷിലക്ഷണവും ജിബുത്തിൽപ്പെട്ടതാണ് എന്ന് ഒരു ഹദീസിലും വന്നിരിക്കുന്നു. അപ്പം എന്താ ജിബുത്ത്? ഒരു നന്മയും ഇല്ലാത്തത്, മിഥ്യയായത്, എന്താ അടിസ്ഥാനമില്ലാത്തത്, ഇതാ ജിബുത്ത്. അപ്പൊ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഏതാണ്? അർത്ഥം ഏതാണ്? സിഹിർ, മരണം. മരണത്തിന് ഫലമുണ്ടോ? ഇല്ല. ഏതുപോലെ ജിബുത്തിന്റെ മറ്റൊരർത്ഥം എന്താ? വിഗ്രഹം. അപ്പൊ വിഗ്രഹം ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഒരാൾ തെറ്റ് ചെയ്യോ? ഇല്ലല്ലോ. വിഗ്രഹം ഉണ്ടല്ലോ, വിഗ്രഹം ഉണ്ട്. പക്ഷെ വിഗ്രഹത്തിൽ വിശ്വസിക്കുന്നവനെ അള്ളാഹ് ശപിച്ചു എന്ന് പറയാൻ കാരണം എന്താ? വിഗ്രഹം ഉണ്ട് എന്ന് വിശ്വസിച്ചല്ല. ഈ വിഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷയോ ശിക്ഷയോ നൽകുമെന്ന വിശ്വാസം, അതാണ് അള്ളാഹ് അവനെ ശപിച്ചു എന്ന് പറഞ്ഞ്. അതുപോലെ മരണം ഉണ്ട് എന്ന് വിശ്വസിച്ചാലല്ല പ്രശ്നം. പിന്നെ ഈ മരണത്തിന് ഫലമുണ്ട്, അഥവാ മരണം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ രക്ഷയോ ശിക്ഷയോ ലഭ്യമാവും എന്ന വിശ്വാസം ജിബുത്തിലുള്ള വിശ്വാസമാണ്. ആ വിശ്വസിച്ചവനെ അള്ളാഹ് ശപിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് മനസ്സിരുത്തി അവനാൻ്റെ തല കൊണ്ട് ആലോചിക്കണം കേട്ടോ. ജമിയത്തുൽമൻ്റെ ആലയിൽ കൊണ്ടുപോയിട്ട് തല പണയം വെച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ബഹുമാന്യരായ CD ടവറിലെ പ്രവർത്തകരെ നല്ലോ ആലോചിച്ചോളി. അൻസാർ നന്മണ്ടനോടൊന്ന് പറഞ്ഞു കൊടുത്താളി. അവനവൻ്റെ ബുദ്ധി തന്ന് പടച്ചോൻ തന്നിട്ടുണ്ട്. വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല
വിവരമില്ലാത്തതിൻ്റെ പിന്നാലെ പോകല്ല. നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ബുദ്ധി ഇതൊക്കെ അള്ള ചോദ്യം ചെയ്യും. നാളെ പരലോകത്തിലെത്തുമ്പോഴേ അത് ജമിയത്തുൽമ എന്നെ പേടിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ മുമ്പിൽ കഴിച്ചിലാവൂല. ചങ്ങായി, എനിക്ക് ഞാൻ ബുദ്ധി തന്നിട്ടില്ലേനോ, കാഴ്ച തന്നിട്ടില്ലായിരുന്നോ, കേൾവി തന്നിട്ടില്ലേനോ, പ്രമാണമില്ലായിരുന്നോ, പരിശുദ്ധ ഖുർആനില്ലായിരുന്നോ, തിരുചര്യയില്ലായിരുന്നോ, എന്തുകൊണ്ട് നീ അത് പരിശോധിച്ചില്ല എന്ന് അള്ള ചോദിക്കും. പോ, നരകത്തേക്ക് പോന്ന് പറയും. ലൗ കുന്ന നസ്മഉ ഔ നഅഖിലു മാ കുന്ന ഫി അസ്ഹാബി സഈർ. അതുകൊണ്ട് നല്ല ആലോചിച്ചോളി. ജമിയത്തുൽമന്റെ ആലയിൽ കൊണ്ടുപോയി പടയം വെക്കണ്ട. ജമിയത്തുൽമ CD ടവറിന്റെ ജമിയത്തുൽമ KJU അഹ്ലുസുന്നത്തി വൽ ജമാഅ അമാനി മൗലവിന്റെ പരിഭാഷയിൽ. ഇനി ആലോചിച്ച് നോക്ക്, പ്രവാചകന് ജിന്നു പിന്നെ മാരണം ബാധിച്ചു എന്നല്ലേ? നിങ്ങൾ അമാനി മൗലവിയുടെ തഫ്സീർ തന്നെ എടുത്തോളി. സൂറത്തു ഇസ്രായിലെ 47-48 എടുത്ത് വായിക്കുക, അർത്ഥമൊക്കെ ഒന്ന് വായിക്കുക. എന്നിട്ട് ആ 2 ആയത്തിനും അമാനി മൗലവി കൃത്യമായി വിശദീകരണം നൽകിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാട്ടെ. അവിടെ 48-ാമത്തെ ആയത്തിന്റെ വിശദീകരണം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മാരണം ബാധിച്ചവൻ, ഗണിതക്കാരൻ, ഭ്രാന്തൻ, മാരണക്കാരൻ, കവി എന്നിങ്ങനെ പലതും അവർ പറയാറുള്ളതിനെ പറ്റിയാണ് 2ാമത്തെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഏതാ 2ാമത്തെ വചനം? 48-ാമത്തെ ആയത്ത്. ഉള്ളുർ കൈഫ ലറബൂ ലക്കല്ലം സാൽ ഫലല്ലൂ ഫലാ യസ്തതിഊന സബീല. പ്രവാചകരെ ചിന്തിച്ചു നോക്കുക, എങ്ങനെയാണ് അവർ താങ്കൾക്ക് ഉപമകൾ പറഞ്ഞത്. ആ ഉപമകൾ പറഞ്ഞതിലൂടെ അവർ വഴിപിഴച്ചു പോയിരിക്കുന്നു, അവർക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധ്യമല്ല. പ്രവാചകനെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞത് മാരണം ബാധിച്ചവൻ, മാരണക്കാരൻ, ജ്യോത്സ്യൻ, കവി, അതുപോലെ ഭ്രാന്തൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാൾ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞാൽ അയാളെ ഹുക്കം എന്താ? അതേ ഹുക്കുമാണ് പ്രവാചകന് മാരണം ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ. അമാനി മൗലവിയുടെ തഫ്സീർ ഒന്ന് എടുത്തു നോക്കിയാട്ടെ നിങ്ങൾ. ഇനിയും വായിച്ചു നോക്ക് നിങ്ങൾ. അപ്പോൾ സൂറത്തുൽ ഫലക്കിൽ അമാനി മൗലവി പറഞ്ഞിട്ടില്ലേ ചില തോന്നലൊക്കെ ഉണ്ടാക്കുന്നുള്ളത്? ആ സൂറത്തു ഫലക്കും വായിച്ചോളി. എന്ത് തോന്നലുണ്ടാക്കുന്ന അമാനി മൗലവി പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമാണ്. അമാനി മൗലവിയുടെ പരിഭാഷ, സൂറത്തു ഫലക്കിന്റെ വിശദീകരണം ഞാൻ വായിക്കുന്ന പാരഗ്രാഫ്. കെട്ടുകളിൽ ഊതുന്നവർ എന്ന് വച്ചാൽ ബാഹ്യേന്ദ്രിയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും കബളിപ്പിക്കുക വഴി ഉപദ്രവ പ്രവർത്തനങ്ങൾ നടത്തുന്ന സിഹ്റുകാരാകുന്നു. വല്ല നൂലിലോ ഉറുമാലിലോ കെട്ടിട്ടുകൊണ്ട് അവർ അതിൽ ഊതുന്നതാണ്. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുന്നതോ പുതിയ ഏതെങ്കിലും യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതോ അല്ല സിഹ്ർ. പക്ഷേ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളെ സിഹ്റിന്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അത് കബളിപ്പിച്ചേക്കും. ബാക്കി കൂടി ഇതാണ് മൂസാ അലൈഹിസ്സലാം നബിയുടെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹ്ർ. മനസ്സിലായോ? ചില തോന്നലൊക്കെ ഉണ്ടാക്കും, കബളിപ്പിക്കലൊക്കെ നടത്തുമെന്ന് മർഹൂം അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എഴുതി വെച്ചത് ഏത് സിഹ്റിനെ കുറിച്ചാ? മാരണത്തെക്കുറിച്ചല്ല, പിന്നെ മാജിക്കിനെ കുറിച്ചാണ്, കൺകെട്ട് വിദ്യയെക്കുറിച്ചാണ്. അമാനി മൗലവി കൃത്യമായിട്ട് പറയാ, ഇതാണ് മൂസാ അലൈഹിസ്സലാം നബിയുടെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹ്ർ. സിഹ്റുകാരുടെ കയറുകളും വടികളും അവരുടെ സിഹ്ർ നിമിത്തം ഓടുന്നതായി അദ്ദേഹത്തിന് തോന്നിക്കപ്പെട്ടിരുന്നുവെന്നും അതിനാൽ അദ്ദേഹത്തിന് മനസ്സിൽ ഭയം തോന്നിയിരുന്നുവെന്നും ഭയപ്പെടേണ്ടതില്ല, താൻ തന്നെയാണ് ഉന്നതൻ എന്ന് അള്ളാഹു പറഞ്ഞുവെന്നും സൂറത്തു ത്വാഹയിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ കയറും വടിയൊന്നും സർപ്പമായി മാറിയിട്ടില്ല. മൂസാ അലൈഹിസ്സലാമക്കും ജനങ്ങൾക്കും അങ്ങനെ തോന്നുകയാണ് ഉണ്ടായത് എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് അള്ളാഹു സ്ഥൈര്യം നൽകിയതോടുകൂടി ഭയം നീങ്ങി, പിന്നീട് യഥാർത്ഥം തുറന്നു കാണുകയും ചെയ്തു. ഇതാണ് സിഹ്റിൻ്റെ സ്വഭാവ പ്രകൃതി. ഇത് നാം സമ്മതിച്ചു സ്വീകരിക്കേണ്ടതാണ്. ആർക്കതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഇത് മാരണല്ല, തകിടിലോ കോഴിമുട്ടയിലോ കരിക്കിലോ അതല്ലെങ്കിൽ തെച്ചിപ്പൂവിലോ കോഴിത്തലയിലോ ചെയ്തിടുന്നതല്ലത്. ഇത് മാജിക്. മുതുകാടിനോട് വെച്ചാൽ മതി, അതിൻ്റെ ബാക്കി കാര്യം പറഞ്ഞുതരും. ഇതാണ് മൂസാ അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ ഖുർആൻ പറയുന്ന സിഹ്ർ. അതിന് ചില തോന്നലൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അമാനി മൗലവി പറഞ്ഞത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചു എന്ന് ശത്രുക്കൾ പറഞ്ഞു പരത്തിയ മാരണം ഫലിക്കുമെന്ന് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എവിടെയും പറഞ്ഞിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ അൽ മനാറിൽ
എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് എമ്പാടും 980കളിൽ എമ്പാടും ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. മൂസാ വാണിമേൽ എഴുതിയിട്ടുള്ളത്, അബ്ദുൽ ഹക്ക് സുലമി ആമയൂർ എഴുതിയിട്ടുള്ളത്, അതിനുശേഷം മായിൻകുട്ടി സുലമി എഴുതിയിട്ടുള്ളത്, ഇവരൊക്കെ എഴുതിയ ഒരുപാട് ലേഖനങ്ങൾ കാണാം. ഈ മാരണമെന്നത് മിഥ്യയാണ്, ഒരു പ്രതിഫലനവുമില്ലാത്തതാണ് എന്ന്. ഇനി നോക്ക്, അതിനെക്കുറിച്ച് തന്നെ 202-ാമത്തെ ആയത്തിൽ അമാനി മൗലവി എഴുതുന്നത് നോക്ക് നിങ്ങൾ. ആഭിചാരം, ക്ഷുദ്രം, ഇന്ദ്രജാലം, ചെപ്പടി വിദ്യ, മായാതന്ത്രം, വശീകരണം, ജാലവിദ്യ, കൺകെട്ട്, മാരണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സിഹർ. കാര്യകാരണ ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമായ എല്ലാ ഉപായകൃത്യങ്ങൾക്കും സിഹർ എന്ന് പറയാം. സിഹറിൻ്റെ പല വകുപ്പുകളും ഉദാഹരണങ്ങളും പല മഹാന്മാരും വിവരിച്ചു കാണാം. ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ, ജപഹോമാദികൾ, ഉറുക്ക് നറുക്കുകൾ, അക്കക്കളങ്ങൾ, രക്ഷാതകിടുകൾ, കയ്യൊതുക്കം, മെസ്മരിസം, ഹിപ്നോട്ടിസം, മയക്കുവിദ്യ ആദിയായവയെല്ലാം സിഹറിൻ്റെ ഇനങ്ങളത്രേ. ഇസ്മിൻ്റെ പണി, തൽസമാത്ത് മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ. മിക്കതിലും ഭൂതൻ, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാച്ച്, മരണമടഞ്ഞവർ, നക്ഷത്രഗ്രഹങ്ങൾ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മമുറകളും അടങ്ങിയിരിക്കും. ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടുമായിരിക്കും. ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുക, ശത്രുക്കൾക്കും മറ്റും ആപത്ത് വരുത്തുക, മറഞ്ഞ കാര്യങ്ങൾ അറിയുക, വൻ കാര്യങ്ങൾ സാധിക്കുക, ആളുകളെ തമ്മിൽ ഇണക്കുകയോ പിണക്കുകയോ ചെയ്യുക, മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുക, അത്ഭുത കൃത്യങ്ങൾ കാണിക്കുക മുതലായവയാണ് സിഹിറിൻ്റെ ലക്ഷ്യങ്ങൾ. ബാക്കി അടിവരട്ട് മനസ്സിലാക്കുക. മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനി പകിട്ടും മായയുമായിരിക്കും. മിക്കവാറും ഇനങ്ങൾ തനി പകിട്ടും യാഥാർത്ഥ്യമില്ലാത്തതും മായയുമായിരിക്കും. ചിലതാകട്ടെ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അതുവഴി ചില അനുഭവങ്ങൾ പ്രകടമാകുന്നതുമായിരിക്കും. ആലോചിച്ച് നോക്ക്, ഏതാണ് ആ ചിലത്? ഞാൻ ഒന്നും കൂടി പറയാം. മന്ത്രതന്ത്രങ്ങൾ, ജപഹോമാദികൾ, ഉറുക്ക് നറുക്കുകൾ, അക്കക്കളങ്ങൾ, രക്ഷാതകിടുകൾ, എന്തെങ്കിലും അനുഭവം ഉണ്ടാക്കാൻ കഴിയൂല. പിന്നെ കയ്യൊതുക്കം. കയ്യൊതുക്കം എന്ന് പറഞ്ഞാൽ എന്താ? അത് മാരണല്ല, അത് മാജിക്കാണ്. പിന്നെ മെസ്മരിസം, അതുപോലെ തന്നെ ഹിപ്നോട്ടിസം. ഇതൊക്കെയല്ലേ ചില എന്തെങ്കിലും ഒരു തോന്നലുണ്ടാക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇവർ ഈ പറയുന്നതൊക്കെ തട്ടിപ്പാണെന്ന്, മായാണ്. അമാനി മൗലവി 102-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ എടുത്തു സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്. ഇനി മറ്റൊന്നെന്താണ്? കട്ടുകേൾവിയാണ്, അല്ലേ? ജിന്നുകൾ യഥേഷ്ടം ഇങ്ങനെ കട്ട് കേട്ടിട്ട് ഓൻ്റെ ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? മനുഷ്യരിൽ നിന്ന് കട്ട് കേൾക്കുന്ന ഒരു സംഭവമേ ഖുർആനിലോ സുന്നത്തിലോ ഉള്ള ജിന്നുകൾ. മറിച്ച് എന്താ ഉണ്ടായിരുന്നത്? മലക്കുകളുടെ സംഭാഷണങ്ങളിൽ നിന്ന് ജിന്നുകൾ എന്ത് ചെയ്തിരുന്നു? കട്ട് കേട്ടിരുന്നു. അത് എന്നാ ഉണ്ടായിരുന്നത്? അതിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഒരു 100 കളവ് അതിൽ കൂടെ ചേർത്തിട്ട് ഇവർ ഈ ശൈത്താന്മാർ അവൻ്റെ ആളുകൾക്ക് പോയിട്ട് ദുർബോധനം നടത്തും. അത് എന്നേനി ഇപ്പുണ്ടോ? ഇല്ല. അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം ഒക്കെ അമാനി മൗലവിയാ, നോക്കാൻ എളുപ്പമുണ്ട്. സൂറത്തു ഹിജ്റിന് ശേഷം ഒരു വ്യാഖ്യാനക്കുറിപ്പുണ്ട്, ആകാശത്തു നിന്ന് പിശാചുക്കളുടെ കട്ടുകേൾക്കൽ. ഇതിൽ സൂറത്തു ജിന്നിലെ 8-9 ആയത്ത്, അതുപോലെ തന്നെ സോഫാത്തിലെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകൾ, സൂറത്തു ഹിജ്റിലെ 16-ാമത്തെ ആയത്ത്, ഈ ആയത്തുകളൊക്കെ എടുത്ത് അതിൻ്റെ അർത്ഥമൊക്കെ എഴുതിയതിന് ശേഷം അമാനി മൗലവി പ്രഖ്യാപിക്കുന്നു, കേട്ടോളി, പിശാചുക്കൾ വാർത്തകൾ കട്ടുകേൾക്കുന്ന സമ്പ്രദായം മുമ്പ് ഉണ്ടായിരുന്നു. അതിനായി അവർ ആകാശത്തിൽ ചില പതിസ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഖുർആന്റെ അവതരണം മുതൽ അത് നിശേഷം തടയപ്പെട്ടിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഖുർആനിന്റെ അവതരണം മുതൽ അത് നിശേഷം തടയപ്പെട്ടിരിക്കുകയാണ്.
ഞാൻ കട്ടുകേൾവിൻ്റെ പേരിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വരേണ്ടതില്ല. ഇല്ല. അമാനി മൗലയുടെ ഖുർആൻ പേരിനടുത്ത് നോക്ക് നിങ്ങൾ. അപ്പം ഇതാണ് വസ്തുതകൾ. അപ്പം ഈ വസ്തുതകളെ മനസ്സിലാക്കാതെ ഏതോ ജമിയത്തുലമൻ്റെ ആരോ കണ്ണുരുട്ടുമ്പോഴേക്കും പറഞ്ഞ ആദർശത്തെ മാറ്റിപ്പറയുന്നവനെ ഖുതുബ പറയാൻ പറ്റുമോ? അവനെ ഖുതുബ പറയാൻ പറ്റുമോ? എന്നാലോചിച്ച് നോക്കിയാട്ടെ നിങ്ങൾ. ഇനി ഇവർ തന്നെ താങ്ങും തണലും നൽകി സ്റ്റേജുകളും പേജുകളും നൽകി വളർത്തിക്കൊണ്ടുവന്നൊരു ടീമുണ്ട്. ഏതാ വളർത്തിക്കൊണ്ടുവന്ന ടീം? അവരുടെ പേരിനൊപ്പം മുജാഹിദില്ല, സലഫില്ല, ഇസ്ലാഹും ഇല്ല. പേരിൻ്റെ ഒപ്പം എന്താണുള്ളത്? വിസ്ഡം എന്നുള്ളത്. ഇവരെ വളർത്തിക്കൊണ്ടുവന്നത് ആരാ? ഈ പറയപ്പെട്ട CD ടവറിലെ നമ്മളെ സഹോദരന്മാരാണ്. നമ്മൾ പടപൊറുതി അവസാനം അഴിഞ്ഞില സമ്മേളനത്തോടു കൂടി എന്ത് ചെയ്യേണ്ടി വന്നു? പുറത്താക്കേണ്ടി വന്നു. ആലോചിച്ച് നോക്ക്. ഇന്നിവർ പറഞ്ഞ് പ്രചരിപ്പിച്ചെടുക്കണം എന്താ? 2007 മുതൽ അല്ലേ തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ ഈ ഫിത്തന. എന്താ? ജബ്ബാർ മൗലവി ലേഖനം എഴുതി ഇസ്ലാഹിൽ. എന്താ ഇസ്ലാഹിൽ ലേഖനം എഴുതിയത്? അല്ലെ, ഇരുട്ടിൻ്റെ മറവിൽ വിജനപ്രദേശത്ത് വഴിയറിയാതെ തപ്പിത്തടയുന്നു നീങ്ങുന്ന ഒരുത്തൻ, തൻ്റെ ശബ്ദം കേൾക്കുന്ന ജിന്ന്, മലക്ക്, മനുഷ്യൻ ആരെങ്കിലും ഉണ്ടെന്ന് നനച്ച് അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല, അത് അഭൗതികമായ തേട്ടല്ല. നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനാണ്ട് ഒഴിവാക്കിയാൽ ജിന്നോ മലക്കോ എൻ്റെ ശബ്ദം കേട്ട് എന്നെ സഹായിക്കുമെന്ന് നനച്ച് അള്ളാൻ്റെ അടിമകളെ യാ ഇബാദല്ലാ അയൂനിനി എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്. ആ സഹായത്തേട്ടം ഇസ്ലാമികമല്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇപ്പം നമ്മൾ വിസ്ഡമിൻ്റെ സഹോദരന്മാരുണ്ടാവുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നിങ്ങളുടെ താത്വികാചാര്യൻ ഫൈസൽ മുസ്ലിയാർ പ്രസംഗിച്ചെടുക്കണം എന്താ? ആ ജബ്ബാർ മൗലവി എഴുതിയതിൽ ഒരു കുഴപ്പമില്ല. ഒന്ന് കേട്ടു നോക്കിയാട്ടെ. ഏപ്രിൽ മാസത്തിൽ അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിക്കളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്ത തേടുകയല്ല, ആ സഹായാത്മല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്. കേട്ടല്ലോ, അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ് എന്ന്. അഥവാ വിജനപ്രദേശത്ത് എത്തിച്ചേർന്നാൽ ജിന്ന് എന്നെ കാക്കുമെന്ന് നനച്ച് അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അത് ശിർക്കല്ലാന്ന്. സഹോദരന്മാരെ, പ്രത്യേകിച്ചും വിഷ്ണത്തിന്റെ സഹോദരന്മാരുണ്ടെങ്കിൽ ആലോചിക്കണം. സൂറത്തു ജിന്നിലെ 6ാമത്തെ ആയത്തോട് എടുത്ത് വായിച്ചതിൻ്റെ വിശദീകരണം അമാനി മൗലവിയുടേതോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു തഫ്സീർ എടുത്തൊന്ന് വായിച്ചു നോക്കി. ഈ വിജനപ്രദേശത്തെത്തിയാൽ ജിന്നുകളോട് സഹായം തേടുക എന്നുള്ളത് ആരുടെ പതിവാണ്? മക്ക മുശ്രിക്കുകളുടെ പാരമ്പര്യമാണ്, അവരുടെ പതിവാണ്. വന്നഹു കാന റിജാലും മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന് ഫസാദൂഹും റഹഖാ. ആലോചിച്ചോക്ക്. ഒരു സംഘം മനുഷ്യർ മറ്റൊരു സംഘം ജിന്നുകളോട് സഹായം തേടിയെന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്, അമാനിയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. വിജനപ്രദേശത്തെത്തിയാൽ മക്കയിലെ മുശ്രിക്കുകൾ അവിടെയുള്ള ജിന്നുകൾ ഞങ്ങളെ കാക്കുമെന്ന് വിചാരിച്ച് ജിന്നുകളുടെ നേതാവിനെ വിളിച്ചിട്ട് അടിയാന്മാർ ഇതിലെ പോകുന്നുണ്ട്, ഉപദ്രവിക്കരുതേ എന്ന് പറയുമായിരുന്നു എന്ന്. ഇത് ജിന്നുകൾക്ക് അഹങ്കാരമോ വിഡ്ഢിത്തമോ വർദ്ധിപ്പിച്ചു. ഈ തേട്ടം ഷിർക്കാണ് എന്ന് വളരെ കൃത്യമായി മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഷിർക്കൻ തേട്ടം ഒരു കുഴപ്പമില്ല, 100% ശരിയാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മളെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞേ. ശരി, ഫൈസൽ മുസ്ലിയാരുടെ കൂടെയുള്ള നമ്മളുടെ ഹുസൈൻ സലഫി ഉണ്ടല്ലോ, മുജാഹിദായിരുന്ന കാലത്ത് എന്താണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ നിലപാട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊന്നാണ് കേട്ടാളി നിങ്ങൾ. അതുകൊണ്ട് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി,
നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് എവിടെ വെച്ചാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന അവലംബിക്കാവുന്ന പവറുള്ള ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. അവിടെ മലക്കുമില്ല, ജിന്നുമില്ല, അമ്പിയാക്കളുമില്ല, ഔലിയാക്കളുമില്ല, ആരുമില്ല, അല്ലാഹു മാത്രം. അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിലൂടെയാണ് മുസ്ലിം പോകുന്നത്. കണ്ടോ, ആ വിശ്വാസത്തിലൂടെയാണ് മുസ്ലിം പോകുന്നത്. വിസ്ഡമിന്റെ സഹോദരന്മാരെ, നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? മനുഷ്യന്റെ കഴിവ് അവസാനിക്കുന്നിടത്ത് പ്രത്യേകം പറഞ്ഞു, മനുഷ്യന്റെ കഴിവ് അവസാനിക്കുന്നിടത്ത് സൃഷ്ടികളുടെ കഴിവിനപ്പുറമല്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഏതാണ് ആ സഹായത്തേട്ടം? മനുഷ്യ കഴിവ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് സഹായം തേടാനുള്ളത് അള്ളാഹു മാത്രമാണ്. അവിടെ ജിന്നുകളോട് പറ്റൂല, മലക്കുകളോട് പറ്റൂല, ഔലിയാക്കളോട് പറ്റൂല, അമ്പിയാക്കളോട് പറ്റൂല, മഹാന്മാരോടോ മുനിമാരോടോ മഹർഷിമാരോടോ ദിവ്യന്മാരോടോ സിദ്ധന്മാരോടോ ബാബമാരോടോ ബീവിമാരോടോ പറ്റൂല. അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ. അതാണ് വഇയ്യാക നസ്തഈൻ. ചോക്ക്, നിങ്ങൾ എവിടെ എത്തിപ്പോ? വിഷ്ണുവിൻ്റെ സഹോദരന്മാർ കൃത്യമായിട്ട് ചിന്തിച്ചോളൂ. ഇനിയോ പോയി 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 ഇങ്ങനെ പല രീതിയിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞത് ഓയിബായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞെന്താ? വഴി അറിയാതെ നീങ്ങുന്ന ഒരാൾ ജിന്ന് എന്നെ സഹായിക്കുന്നു നിനച്ച അള്ളാൻ്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ ഒരു കുഴപ്പമില്ല, 100% ശരിയാണെന്ന്. ഇപ്പം മുസ്ലിയാർ പറഞ്ഞെന്താ? ഓയിബായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാണ് എന്ന്. കേട്ടോ, വായിബിനോട് തേടിയാൽ അത് ശിർക്കാണ്. അപ്പൊ ജിന്ന് വായിബല്ലേ, അപ്പൊ ശിർക്കാകട്ടെ. അത് ജിന്ന് വായിബായാൽ വായിബ് ശിർക്കനാണ്. എന്താ സംശയം? ഒരു സംശയമില്ല. വായിബിനോട് തേടിയാൽ ഷിർക്കാണ്. അപ്പൊ ജിന്ന് വായിബാണെങ്കിൽ ആ ജിന്നിനോട് തേടിയാൽ ഷിർക്കാണെന്ന്. ജിന്ന് വായിബാവാത്ത ഏതവസ്ഥയിലാണ് വായിബല്ലാത്ത? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നെന്ന വർഗം 100% ഓരോ നിമിഷവും വായിബാണ്. ജിന്ന് വായിബല്ലാത്തൊരവസ്ഥ എവിടെ മുസ്ലിയാരെ? വിഷ്ണുവിൻ്റെ സഹോദരന്മാരെ ആലോചിച്ച് നോക്കും നിങ്ങൾ. ജിന്നുവർഗം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വായിബാണ്. പ്രവാചകന്റെ സന്നിധിയിലേക്ക് അല്ല ജിന്നുവർഗത്തെ തിരിച്ചുവിട്ടു. വൈദ് സറഫ്നായിലേക്ക നഫറം മിനൽ ജിന്ന് എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്തു അഹ്കാഫിലെ 26 മുതലുള്ള ആയത്ത് വായിച്ചു നോക്ക്. ജിന്നുവർഗം വന്ന് ഖുർആൻ കേട്ടു, അവർ അവരുടെ സമൂഹത്തിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് അവർ സമൂഹത്തിൽ പ്രബോധനം നടത്തി. അജീബു ദാഴി അല്ലാ എന്ന് പറഞ്ഞ് പ്രബോധനം നടത്തി. ഇതിനെക്കുറിച്ച് നബി എങ്ങനെ അറിഞ്ഞത്? നബി പോയിട്ട് അനുയായികളോട് സഹാബികളോട് എന്താ പറഞ്ഞത്? കുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് വഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. പ്രവാചകരെ പറഞ്ഞേക്ക്, ഊഹിയ ഇലയ്യ, എനിക്ക് വഹി കിട്ടിയിട്ടുണ്ട് എന്ന്. എന്ത്? അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്, ഒരു സംഘം ജിന്നുകൾ ഖുർആൻ കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് വഹി കിട്ടിയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, അത്യത്ഭുതം നിറഞ്ഞ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടു എന്ന്. ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. അന്തേ നബിയോട് അള്ളാഹ് അങ്ങനെ പറഞ്ഞു? പറയൂ പ്രവാചകരെ, കുൽ ഊഹിയ ഇലയ്യ. വഹിയിൻ്റെ അടിസ്ഥാനത്തിലെ ജിന്നിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ? ജിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി വൈബിയാണ്. വിഷ്ണുവിൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ സംവാദത്തിൽ, കോഴിച്ചന സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാർ എഴുതിയ വ്യവസ്ഥകൾ എടുത്തുണ്ടാവുമല്ലോ. എന്താ എഴുതിയത്? ജിന്നുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി വൈബിയാണ് എന്നാ പറഞ്ഞത്. അപ്പം ഈ ജിന്നിനോട് തേടിയ ഷിർക്കല്ലാത്ത ഏതൊരു അവസരമുള്ളത്? കാരണം ഫൈസൽ തന്നെ പറഞ്ഞെന്താ? വായിബാണെങ്കിൽ തേടിയ ഷിർക്ക് തന്നെയാണ് എന്നാ. ആ ഷിർക്കൻ വിശ്വാസമാണ് ഇന്ന് നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കുകയും അതോടൊപ്പം തന്നെ എന്തു ചെയ്യണം? കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ നോക്കിക്കാണാൻ സാധിക്കുകയും ചെയ്യണം. ഇനി ആലോചിച്ച് നോക്ക്. നേരത്തെ സിഹിർ പറഞ്ഞു. സിഹിറിൽ ഇവർ പലപ്പോഴും പറയാറുള്ളത് എന്താ? അതൊന്നും പ്രവാചകൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എന്താ പറഞ്ഞ അറിയോ? മാനസിക വിഭ്രാന്തി ഉണ്ടായി എന്നാ പറഞ്ഞു. ഒന്ന് കേട്ടു നോക്കിയാട്ടെ. ലബീദ് ഇബ്നു ആസിം എന്ന ഒരു ജൂതൻ
സിഹിർ ചെയ്തിരുന്നുവെന്നും എന്നിട്ട് നബിക്ക് ഭാര്യമാരുടെ അടുത്ത് ചെന്നോ പോയോ പോയില്ലേ, അത് വേറെയുള്ള കാര്യത്തിലൊന്നും നബിക്ക് സംശയം ഉണ്ടായില്ല, ഹദീസുകളിൽ കാണാം. ഇന്നിപ്പോ ആ ഭാര്യന്റെ അടുത്ത് ചെന്നോ പോയോ പോയില്ലേ, ആകെ കൂടി ഒരു കൺഫ്യൂഷൻ. അത് മാത്രമാണ് സംശയം ഉണ്ടായത്. ഭൗതികമായ ദീനിന്റെ കാര്യത്തിലല്ല സംശയം ഉണ്ടായത്, ഭൗതികമായ കാര്യത്തിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഇങ്ങനെ എനിക്ക് ഞാൻ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം പോലെ കണ്ടു. സഹാബിമാർ നബിമാരുടെ സ്വപ്നം സത്യമാണ്, അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. അങ്ങനെ ആ സ്വപ്നം പോലെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ദർവാൻ കണ്ടിൽ പോയി നോക്കി എന്ന് പറഞ്ഞു. അവർ പോയി നോക്കിയപ്പോൾ എന്തോ ചില അധികമായ വസ്തുക്കൾ, അതിന് കാണാൻ പാടില്ലാത്ത വസ്തുക്കൾ കണ്ടു. അതിനെ പുറത്തെടുത്തു. എന്ത് ചെയ്യണമെന്ന് സഹാബിമാർ ചോദിച്ചപ്പോൾ അത് കുഴിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, എനിക്കെല്ലാം സുഖമായിട്ടുണ്ട്. അവർ കുറഞ്ഞ നേരത്തേക്ക് ചെറിയൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി. ഭാര്യന്റെ അടുത്തേക്ക് പോയവന്റെ അവർ വിഭ്രാന്തി ഉണ്ടായി. അപ്പൊ അത്ര ഉണ്ടായിട്ടുള്ളൂ. എന്ത് കുറഞ്ഞ നേരത്തേക്ക് നബിക്കൊരു മാനസിക വിഭ്രാന്തി ഉണ്ടായി. ഭാര്യൻ്റെ അടുത്തേക്ക് പോയോ പോയില്ലേ എന്നുള്ളത് ഞങ്ങൾ പറയുന്നു, KNM മർക്കസു ദഅവ പറയുന്നു, അതിൻ്റെ കീഴിലുള്ള എല്ലാ പോഷക സംഘടനകളും പറയുന്നു, അതിൻ്റെ ജമിയത്തുൽ ഉലമയും പറയുന്നു. എന്താ പറയുന്നത്? ഒരു നിമിഷത്തിൻ്റെ ഒരു ഭാഗം പോലും പ്രവാചകന് മാനസിക വിഭ്രാന്തി ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ ഭ്രാന്തനല്ലട്ടോ. ശത്രു ആരോപിച്ചു. പോരാ, ഇതിങ്ങനെ വല്ലാതെ കേട്ടപ്പം ഇല്ലേ ഈ ഭ്രാന്തനാണ് എന്ന് നാട്ടുകാരൊക്കെ പറയുമ്പോൾ ചിലപ്പം തോന്നിപ്പോകും. പക്ഷെ തോന്നണ്ട നബിയെ, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് നീ ഭ്രാന്തനല്ല. ഇതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. നമുക്ക് നബിക്ക് ഭ്രാന്തായി. അപ്പൊ ചിലരുടെ ചോദ്യം വരും, അപ്പൊ അത് വൻപാപത്തിൽ പെടുത്തിയില്ലേ? സിഹിർ മാരണം വൻപാപല്ലേ? 7 വൻപാപങ്ങൾ പറഞ്ഞപ്പോൾ 1 ആ ശിർക്കു ബില്ലാ പറഞ്ഞില്ലേ, 2 മാരണം പറഞ്ഞില്ലേ? അപ്പൊ ഫലം ഉണ്ടായിട്ടല്ലേ മാരണത്തെ വൻപാപത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന്. സഹോദരന്മാരെ ഒന്ന് കൃത്യമായിട്ട് ആലോചിച്ച് നോക്കിയാട്ടെ. ഒന്നാമത്തെ വൻപാപം ഏതാണ്? അത് അശിർക്കു ബില്ലല്ലേ, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് വല്ല ഫലമുണ്ടോ? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുക? അല്ലല്ലാത്തവർക്ക് നേർച്ച നേർന്നാൽ അതിന് ഫലം കിട്ടുക? ഏലസും നൂലും ഒക്കെ കെട്ടിയാൽ അതുകൊണ്ട് ഫലം ഉണ്ടാവുക? ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തേ ഫലമില്ലാത്ത ശിർക്കിനെ ഒന്നാമത്തെ വൻപാപ്പാക്കിയത്? മറ്റൊന്നുമല്ല, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. അതുതന്നെയാണ് രണ്ടാമത്തെ വാൻപാപമായ മാരണത്തിൻ്റെയും അവസ്ഥ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമത്തു തൗഹീദിന് എതിരായതുകൊണ്ടാണ് അത് വൻപാപത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സമയം വളരെ പരിമിതമാണ്, കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തും. ഇന്നിപ്പോൾ ആ ഷിർക്കിനൊക്കെ ഫലമുണ്ട് എന്ന് പറയുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, ഇവർ പോയി ഇപ്പോൾ എവിടെ എത്തിയറിയോ? കശിഫ് നടത്താൻ സ്വന്തം അനുയായികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കശിഫ് നടത്താൻ എന്താ കശിഫ് അറിയാം നിങ്ങൾ? ശരീരത്തിൽ കയറി കൂടിയ ജിന്നിനോട് ചോദിച്ചിട്ട് ഗൈബിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ജിന്ന് ഈ കൂടിയ ആളിലൂടെ പറഞ്ഞു കൊടുക്കും. അതിന് പരിശീലനം കൊടുക്കുന്ന കേന്ദ്രമാണ് ഇന്ന് വിഷ്ണുവിൻ്റെ അരിമ്പ്ര മിനി ഊട്ടിയിലുള്ള കേന്ദ്രം എന്ന് നമ്മളല്ല പറയുന്നത്. കൂടെ ഒരുപാട് കൊല്ലം കടന്നിറങ്ങിയ സാജിദ് തിരുരങ്ങാടിയാണ് പറയുന്നത്. ഒന്ന് കേട്ടോക്കി. അതിന്റെ ഏറ്റവും നല്ല റേസാണല്ലോ ഞങ്ങൾക്ക് ഈ ഗസ്റ്റിന്റെ ഫസ്റ്റ് ഗസ്റ്റിന്റെ ക്ലാസ് ഞങ്ങൾക്ക് കിട്ടുന്ന ജാമ്യത്തിന്റെ കുട്ടികളോട് ചോദിക്കാറില്ല. ഞങ്ങളോട് രാജനീതികൾ പങ്കെടുക്കാൻ ഏഴാമത്തെ ഭാവമാണ്. എന്നിട്ട് ഷാഫിമാമിന്റെ ഗസ്റ്റും മാലിക്കുമാരുടെ ഗസ്റ്റും പറഞ്ഞ് പഠിപ്പിച്ചത് ശിക്കുന്നത് അതുപോലെ കൂടിയിട്ട് ആ പിന്നീട് എന്ത് പറയുന്നത് ആളായ ജിതിനോട് ആ ജിതിന്റെ കൈകൊണ്ടി ശ്രമിക്കണ്ട. അതുകൊണ്ട് റുക്കിയുടെ വിഷയത്തിൽ ശരീരത്തിൽ ശേഖരാൻ ആളായ സമയത്ത് മധുരമായ റുക്കിയെ സഹായിക്കാൻ ചോദിച്ചാൽ പട്ടേ ശ്രദ്ധിക്കണം. നമ്മൾ തൊഴിലാകുന്ന സ്ഥലത്തിലാണ്. അതുകൊണ്ട് സ്ഥലത്തേക്കുള്ള വാക്യമാണ് ആ രീതിയിൽ ആളായ ജിതിനോട് ചോദിച്ചാൽ അത് ഒറ്റയ്ക്ക് ശ്രദ്ധിക്കാതെ പറയാൻ പറ്റില്ല.
കേട്ടല്ലോ കെഷ്ഫ്. ആ കെഷ്ഫ് നടത്തിയതാണ് എടത്തനാട്ടുകര. ഖുർആൻ ഇങ്ങനെ ഓതി ജിന്ന് വയറ്റിന്ന് ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞിങ്ങനെ തൊണ്ടയിൽ കൂടെ അങ്ങോട്ട് ഇവിടെ എത്തി. അതിൽ ഫോൺ വന്നപ്പോൾ മറ്റേ ആൾ പോയപ്പം ജിന്ന് ഇവിടെ ഉറച്ചു, ആൾ ഔട്ടായി. ആലോചിച്ച് നോക്ക്, ഇതാ കെഷ്ഫ്. എന്നിട്ട് എന്താ വാദം? തൗഹീദുള്ള ആൾക്ക് മളുലൂമായ രോഗിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാന്ന്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഷിർക്കിലും കുഫറിലും അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ് കെഷ്ഫ്. ഷിർക്കിലും കുഫറിലും അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ് കെഷ്ഫ് നടത്തുക എന്നുള്ളത്. അതിന് പരിശീലനം കൊടുക്കുന്നുണ്ട് വിസ്ഡം സഹോദരന്മാരെ നിങ്ങളെ കേന്ദ്രത്തിൽ, നിങ്ങളെ ഫൈസൽ മുസ്ലിയാരും ടീമും. ഇങ്ങോട്ട് റാക്കിമാരും റാക്കിച്ചികളൊക്കെ നാടിങ്ങനെ വാഴുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് റാക്കിമാരുടെയും റാക്കിച്ചിമാരുടെയൊക്കെ സംസാരങ്ങളൊക്കെ. ആലോചിച്ച് നോക്ക്, ആരാ റാക്കിമാർ? അങ്ങനെ എവിടെ രണ്ടത്താണിയിലോ പുത്തനത്താണിയിലൊക്കെ നമ്മളെ നാട്ടുകാരൻ ഇവിടെ അടുത്ത ആ ബാലുശ്ശേരി മുജാഹിദ് ഉണ്ടല്ലോ, ആ ബാലുശ്ശേരി മുജാഹിദ് അവിടെ താമസിച്ച സമയത്ത്, അതുപോലെ തന്നെ കായക്കൊടിക്കാരൻ ആരിസും താമസിച്ച സമയത്ത് ഏതോ പെണ്ണും ഓൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആർക്കൊക്കെ ജിന്നിറക്കിയെന്നാണ്. ഇത് ഈ കൂടെ കടന്നുറങ്ങിയ സാജിദ് പറഞ്ഞപ്പം ബാലുശ്ശേരി മുജാഹിദിൻ്റെ പ്രതികരണം ഒന്ന് കേട്ടോളി. അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ വെച്ച് ഓൻ്റെ കരണക്കുറ്റി ഓൻ അനുകൂലിക്കുന്ന ആളുകൾ അടിച്ചു പൊളിക്കുമോ എന്നും കൂടി ചോദിക്കുക. ഓൻ്റെ ചെവിക്കുറ്റി നോക്കിയിട്ട് അടിക്കാൻ തൻ്റെ ഇടയിൽ നല്ല വാപ്പാർ തിരിച്ച് മക്കളുണ്ടോയെന്നും കൂടി ചോദിക്കാം. ഞാനിങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരള നേതൃത്വ മുജാഹിദിലേക്ക് ഒരാൾ പോണെങ്കിലോ പച്ച നുണ പറയും. ആദ്യം തന്നെ പരിശോധിക്കുന്നത് ഈ എത്ര ഡെപ്തിൽ നുണ പറയും, എന്നാ നിനക്കിവിടെ സീറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കേരള മുണയൻ മുജാഹിദീൻ എന്ന് കേന്ദ്രമിന് പേര് വന്നു. മനസ്സിലായില്ലേ? സാജിദ് പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ളവർ നാളെ പുത്തനത്താണ് സാജിദ് തുലാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഞാനും എൻ്റെ ഭാര്യയും അന്നുണ്ടായിരുന്ന എൻ്റെ മക്കളും ഞങ്ങളും വരാം, എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് തെളിയിക്കാം. എന്നിട്ട് സാജിദ് ഞങ്ങളുടെ പേരിൽ നുണ പറഞ്ഞാണെന്ന് അവിടെ പറയുകയാണെങ്കിൽ വല്ല ചെവിക്കുറ്റി അടിച്ചു പൊടിക്കാൻ നല്ല വാപ്പാർക്ക് ജനിച്ച ആൺകുട്ടികളുണ്ടെങ്കിൽ കേന്ദ്രമാർ വന്നു. നല്ല വാപ്പാർക്ക് ജനിക്ക ആൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ, നമുക്കിപ്പോൾ ഏതായാലും അതിൻ്റെ ബാധ്യത ഇല്ല. നല്ല വാപ്പ എന്താ ചെവിക്കുറ്റി അടിച്ചു പൊളിക്കാൻ എന്ന്. എന്താ KNM ഫുൾ ഫോം അല്ലേ? കേരള നുണയൻ മുജാഹിദ് എന്ന്. കുറേ കാലം അതിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ അത് KNM എന്ന് പറഞ്ഞാൽ നുണയൻ മുജാഹിദ് അല്ലേ? ഒക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ മടവൂരൊക്കെ നടക്കുന്ന കേസുകളൊക്കെ ആലോചിച്ച് നോക്കിയില്ലേ? പിന്നെ വഖഫ് ബോർഡ് നിയമിച്ച ആൾ വന്ന് എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചു പോയി. പിന്നെ ഒക്കെ റെഡി ആകുമ്പം പറയില്ല ഞങ്ങൾ 10-60 ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല, നമ്മളോട് ചോദിച്ചിട്ടൊന്നുമില്ല. ഒരു വേള ഒക്കെ ശരിയാവും അല്ലേ? അങ്ങനെ കേസുകളൊക്കെ എടുത്തു നോക്കും നിങ്ങൾ അല്ലേ? കേസുകളൊക്കെ എടുത്തു നോക്കും നിങ്ങൾ. ബാലുശ്ശേരി പറഞ്ഞ ആ ഫുൾ ഫോം ശരിയാണോ എന്ന് തോന്നിപ്പോവും. ഇപ്പോൾ ഹുസൈൻ മടവൂർ അപ്പുറത്താണല്ലോ, പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് കൊടുത്തയച്ച കത്തൊന്നും അവിടെ ഉണ്ട് അറബികളെടുത്ത്. എൻ്റെ അടുത്തൊക്കെ ആ കത്ത് ഇപ്പോഴും ഉണ്ട്. എന്താ ഹുറൂജ് അൽ മാരിക് ഹുസൈൻ അബൂബക്കർ കോയ, മതത്തിന്ന് പുറത്തുപോയ ഹുസൈൻ അബൂബക്കർ കോയാന്ന്. ഇന്ന് പുറത്തുപോയ ആളും എഴുതി കൊടുത്ത ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. എന്തൊക്കെ കേസ് അല്ലേ? കേസ് പിന്നെ മുജാഹിദ് സെന്റർ ആക്രമിക്കാൻ വന്നു എന്നുള്ള കേസ് എങ്ങനെയായിരുന്നു? ഒക്കെ കളവിൽ അധിഷ്ഠിതമാണ്. എല്ലാം അങ്ങനെ തന്നെ, ഓരോന്നെടുത്ത് നോക്കും നിങ്ങൾ. അപ്പോൾ ഏതായാലും ബഹുമാന്യരായ എൻ്റെ സുഹൃത്തുക്കൾ, KNM പ്രവർത്തകർ ആലോചിച്ചോളി, വിസ്ഡത്തിൻ്റെ ആളുകൾ ആലോചിച്ചോളി. നിങ്ങൾ രണ്ട് ടീമും നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളെ കൊണ്ടുപോകുന്നത് യഥാർത്ഥ ഇസ്ലാമിലേക്കല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഷിർക്കിന് പോലും ഫലമുണ്ട് എന്നാണ് ഫൈസൽ മുസ്ലിയാർ പറയുന്നത്. ഷിർക്കിന് ഫലമുണ്ട്. ഞാൻ ആദ്യം തന്നെ അയാളുടെ പ്രസംഗം ഒന്ന് ശരിക്കും നിങ്ങളെ കേൾപ്പിച്ചാൽ എങ്ങനെ അറിയോ? ഞാൻ പറയാം, ഷിർക്കിന് ഫലമുണ്ട്. എന്നിട്ട് അയാൾ നടത്തുന്ന തട്ടിപ്പ് എന്താ പറയുക? നിങ്ങൾ ഷിർക്കിന് ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഉദ്ദേശം? ഷിർക്ക് ചെയ്യുന്നവർക്ക് ചില ഗുണങ്ങൾ ലഭിക്കുന്നു. ഷിർക്കിന് ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യുന്നവർക്ക് ചില ഗുണങ്ങൾ ലഭിക്കും. അതല്ല മുസ്ലിയാരെ, ഷിർക്കിന് ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയാം. അതിന് ഗുണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം, അതിന് ഉത്തരം കിട്ടണം. അതാ. എന്നിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അതെങ്ങനെയാണ്? എന്നിട്ട് സൂറത്തു ഇസ്രായിലെ 20-ാമത്തെ ആയത്ത് തെളിവായി ഓതുന്നുണ്ട്. ഒരിക്കലും ഒരു മുഫസ്സിറും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് അമാനി മൗലയുടെ തഫ്സീർ പരിശോധിച്ച് നോക്കാം, സൂറത്തു ഇസ്രായിലെ 20-ാമത്തെ ആയത്ത്. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്ന വാക്ക് വളരെ ഗൗരവമുള്ളതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബ് അല്ലാത്തവരെ ആരാധിച്ച് റബ്ബ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കുന്നു. എത്ര ഗൗരവം അയാൾ പറഞ്ഞത്! അയാൾ പറഞ്ഞ വാക്കൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ അള്ളാഹുവിൽ പങ്കുചേർത്ത് റബ്ബ് അല്ലാത്തവരെ ആരാധിച്ച് റബ്ബ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കുന്നു. ഒന്ന് കേട്ടി നോക്കിയാണ്. ശിർക്കിന് ഫലം പറഞ്ഞാലോ അവിടെ എന്താ ഉദ്ദേശം? ശിർക്ക് ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾ ലഭിക്കുന്നു. അതെങ്ങനെ ലഭിക്കുക? അത് ഖുർആൻ കൊണ്ട് സ്ഥാപിതമായതാണ്, ഹദീസ് സ്ഥിരപ്പെട്ടതാണ്, അഹ്ലുസുന്ന സ്വീകരിച്ചു പോകാണ്, മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം എഴുതി പോകുന്നതാണ്. അതിനപ്പുറത്ത് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഖുർആൻ എന്താ പറഞ്ഞു? കുല്ലൻ മിത്തു ഹൗലാഇ വഹൗലാഇ മിൻ അത്വാഇ റബ്ബിക വമാ കാന അത്വാഉ റബ്ബിക മഹ്ദൂറാ. ഇസ്രായേൽ അല്ലാഹു പറയാണ്, കുല്ലൻ മിത്തു ഹൗലാഇ വഹൗലാ, എല്ലാവർക്കും നാം സഹായം നൽകും, ഇവർക്കും നൽകും അവർക്കും നൽകും. മിൻ അത്വാഇ റബ്ബിക, റബ്ബിന്റെ ഔദാര്യം അവന്റെ ദാനമായി എല്ലാവർക്കും നാം നൽകും. ഇക്കൂട്ടരെയും അക്കൂട്ടരെയും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ്. അഥവാ തൗഹീദ് മൂലം അല്ലാഹ് സഹായം കിട്ടും, ശിർക്ക് മൂലം അല്ലാഹ് സഹായം കിട്ടും. അപ്പൊ അള്ളാഹുവിൽ പങ്കുചേർത്ത് റബ്ബല്ലാത്തവരെ ആരാധിച്ച് റബ്ബല്ലാത്തവരെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അല്ലാഹു ഉത്തരം കൊടുക്കും. അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും. നിങ്ങൾ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അല്ല ഉത്തരം കൊടുക്കുന്നു. ഉത്തരം കൊടുക്കൂല എന്ന് അല്ല തീർത്തു പറഞ്ഞു. സൂറത്ത് ബക്കറയിലെ 182-ാമത്തെ ആയത്ത് എന്താ പറഞ്ഞത്? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി എന്നാ പറഞ്ഞേ. എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. ഫൈസൽ മുസ്ലിയാർ വിസ്ഡമിന്റെ സഹോദരന്മാരെ ആലോചിച്ചോളി, പക്കാ ശിർക്കാണ് പ്രചരിപ്പിക്കുന്നത്. എന്താ പ്രചരിപ്പിക്കുന്നത്? അള്ളാഹുവിൽ പങ്കുചേർത്ത് റബ്ബല്ലാത്തവരെ ആരാധിച്ച് റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കും. ഫൈസൽ മുസ്ലിയാർ ഖുർആനിനെതിരാ. സൂറത്തു ബക്കറയിലെ 186-ാമത്തെ ആയത്ത്, സൂറത്തു യൂനുസിലെ 18-ാമത്തെ ആയത്ത്, സൂറത്തു യൂനുസിലെ തന്നെ 106-ാമത്തെ ആയത്ത്, സൂറത്തു റാദിലെ 14-ാമത്തെ ആയത്ത്. എന്താ അവിടെ പറഞ്ഞത്? ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ. ഒരു കാര്യത്തിൽ ഉത്തരം ചെയ്യൂല. ആലോചിച്ചോക്ക്. അതുപോലെ സൂറത്തു ഇസ്രായേൽ 56-ാമത്തെ ആയത്ത്, 10-35 കൊല്ലം മുമ്പ് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവി കാന്തപുരം മുസ്ലിയാരുടെ മുമ്പിൽ ആവർത്തിച്ചോദിയ ആയത്ത്, കുലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാ ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീലാ. പടച്ചവനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവരെ നിങ്ങൾ വിളിച്ചു തേടൂ, നിങ്ങൾക്ക് ബാധിച്ച പ്രയാസത്തെ നീക്കം ചെയ്യാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനോ സാധ്യമല്ല അവർക്ക്. അതുപോലെ സൂറത്തു അഹ്റാഫിലെ 194 മുതൽ 196 വരെയുള്ള ആയത്ത്, സൂറത്തു ഫുർഖാനിലെ 55-ാമത്തെ ആയത്ത്, സൂറത്തു അഹ്കാഫിലെ 5-6 ആയത്ത്, സൂറത്തു ഫാത്തിറിലെ 13-14 ആയത്ത്, നിരവധി വചനങ്ങളിലൂടെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുകയില്ല എന്ന് അല്ലാഹ് തീർത്തു പറഞ്ഞിട്ട് ഫൈസൽ മുസ്ലിയാർ പറയുന്നു, അപ്പോൾ അല്ലാഹുവിൽ പങ്കുചേർത്ത് റബ്ബ് അല്ലാത്തവരെ ആരാധിച്ച് റബ്ബ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അല്ലാഹു ഉത്തരം കൊടുക്കുന്നു. പച്ചക്കളവ് ഖുർആനിനെ ദുർവ്യാഖ്യാനം നടത്തുന്നു, ഷിർക്കിന് അഡ്രസ് ഉണ്ടാക്കുന്നു ഈ മുസ്ലിയാർ. എന്നിട്ടോ സൂറത്തു ഇസ്രായേലിലെ 20-ാമത്തെ ആയത്ത്, സൂറത്തു ഇസ്രായേലിലെ 20-ാമത്തെ ആയത്തിന്റെ ആശയം എന്താ? കുല്ലൻ നുമിതു ഹൗലായി വഹൗലായി എന്ന് പറഞ്ഞ അക്കൂട്ടരെയും ഇക്കൂട്ടരെയും നാം സഹായിക്കും. വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറ, അല്ലാഹുവിന്റെ ഔദാര്യം ആർക്കും തടഞ്ഞു വെക്കൂല. അതിന്റെ തൊട്ട് മുമ്പുള്ള 19-18 ആയത്ത്, ദുനിയാവ് മോഹിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹ് സഹായം നൽകും, ആഖിറ മോഹിക്കുന്നവർക്കും അല്ലാഹ് ദുനിയാവിൽ സഹായം നൽകും, അള്ളാഹ്ക്ക് വഴിപ്പെട്ടവർക്കും അല്ലാഹ് സഹായം നൽകും, അള്ളാഹ്ക്ക് വഴിപ്പെടാത്തവർക്കും അല്ലാഹ് സഹായം നൽകും. ഇതാണ് ആയത്തിന്റെ വിവക്ഷ. എന്നിട്ട് ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനം നടത്തി ഷിർക്കിന് എന്തുണ്ട് ഫലമുണ്ട് എന്ന് പറയുന്നു. ഇനിയോ ആലോചിച്ചോക്ക്, ഈ ഇങ്ങനൊരു ടീം. അപ്പോഴാണ് ഇവിടെ നമ്മളുടെ സമസ്തക്കാരുടെ അവസ്ഥ ആലോചിച്ചോക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പം എന്താ നടന്നിട്ടുള്ളത് നമ്മൾ കണ്ടല്ലോ. ഒന്ന് കേട്ടു നോക്ക്. അശ്വനിയുടെ പ്രസംഗവും അതുപോലെ തന്നെ മുജാഹിദ് ആനയും ഒന്ന് കേട്ടു നോക്ക്. ഇവിടെ നാടന്മാർക്കറിയാലോ ശൈഖുനായുടെ കറാമത്ത്. ഞാൻ ഈ നാട്ടുകാർക്ക് പറഞ്ഞു തരണോ? ആനകളുമായി സംവദിച്ച ദിനരാത്രങ്ങൾ, എന്തെല്ലാം സംഭവങ്ങൾ. മൈസൂർ കാടുകളിലൂടെ നടന്നു പോകുമ്പോ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ ആളുകൾ പറഞ്ഞുകൂടാ, അവിടെ ആനകളുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. ശൈഖുന പറഞ്ഞടാ,
കുറച്ച് കരിമ്പ് കൊണ്ടുപോവാ. കരിമ്പിൻ കഷ്ണങ്ങൾ കയ്യിൽ പിടിച്ച ശൈഖുന അതും പിടിച്ച് നടന്നകന്നു. അല്ലേ, കാട്ടിലെത്തിയപ്പോൾ ആനകളെല്ലാം വന്നു. ആനകളെല്ലാം വന്നപ്പോ എല്ലാവർക്കും കൊടുത്തു ഓരോ കരിമ്പിൻ കഷ്ണങ്ങൾ. എല്ലാരോടും കുശലം പറഞ്ഞ് ശൈഖുന നടന്നുപോയി. അവസാനം ശൈഖുന പറഞ്ഞു, വന്ന ആനകളൊക്കെ സുന്നിയായിരുന്നു. കേട്ടല്ലോ, ഇതിലും വലിയ ബടായി വേറുണ്ടോ? ഇതൊക്കെ അഹ്ലുസുന്നയുടെ പേരിലാണ്. വന്ന ആനകളൊക്കെ സുന്നിയായിരുന്നു. അപ്പൊ തിരൂരിൽ ഇപ്പൊ അടഞ്ഞാണോ വഹാബിയായിരുന്നോ? അല്ലേ, പിടിച്ചു മിന്നിയില്ലേ നേർച്ചകൾ. ഇസ്ലാമിൽ നേർച്ച ഉണ്ട്. എന്താ ഇസ്ലാമിലെ നേർച്ച? ചെയ്യൽ നിർബന്ധമില്ലാത്തൊരു കാര്യം ചെയ്യാമെന്ന് പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ചു പടച്ചവനെ സാക്ഷി നിർത്തി പ്രതിജ്ഞ എടുക്കുക, അതിനാ നേർച്ച എന്ന് പറയാ. ചെയ്യൽ നിർബന്ധമില്ലാത്തൊരു നന്മ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്, നിർബന്ധമില്ല. പക്ഷെ ഒരാൾക്ക് പറയാം, റജബ് മാസത്തിലെ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും ഞാൻ നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചെയ്യൽ നിർബന്ധമായി. യൂഫൂന ബിൻ നദർ, അവർ നേർച്ച അത് നിർവഹിക്കുന്നവരാ. അതിനാ നേർച്ച എന്ന് പറയാം. അതിനെന്തിനാ ആന, അമ്പാരി എന്തിനാ, ചാട്ടിലിക്കൊട്ട എന്തിനാ, അതുപോലെ മരണക്കിണർ എന്തിനാ, ചക്കരമുട്ടായി എന്തിനാ? അതിന് ഇത് ബിസിനസ് താല്പര്യമുള്ളവരുണ്ടാക്കുന്നതാ, ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല. എന്നിട്ട് അതിനെ ന്യായീകരിച്ച് നടക്കുന്നവർ. ഖുർആൻ 2 നേർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സൂറത്ത് ആലിമ്രാനിലെ 35-ാമത്തെ വചനം. ഇമ്രാന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ അവർ പ്രാർത്ഥിച്ചു, റബ്ബിനോട് പറഞ്ഞു, റബ്ബി ഇന്നി നദർതു ലക മാഫി ബത്നി മുഹററ, പടച്ചവനെ എൻ്റെ ഗർഭത്തിലുള്ള ഈ കുഞ്ഞിനെ നിനക്ക് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അവിടെ ഔലിയാക്കളില്ലാഞ്ഞിട്ടല്ല, അമ്പിയാക്കളില്ലാഞ്ഞിട്ടല്ല, മഹാന്മാരില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നേർച്ച ഇബാദത്താണ്. അത് പടച്ചവനിലേക്ക് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. ഇനി എടുത്തു നോക്ക്, മറിയം ബീവി ഒരു കുഞ്ഞിന് ജന്മം നൽകി, അത്ഭുത ശിശു, പിതാവില്ല, ഈസാ അലൈഹിസ്സലാം. ആ കുഞ്ഞിനെയും കൊണ്ട് സമൂഹത്തിലേക്ക് വരുമ്പോൾ ചങ്കിൽ തറക്കുന്ന ചോദ്യങ്ങൾ, കുത്തുവാക്കുകൾ. ആ സമയത്ത് ഈ മറിയം റളിയല്ലാഹു അൻഹയോട് അല്ലാഹ് കൽപ്പിക്കുന്നു ഒരു നേർച്ച. എന്താണ്? ഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. മറിയമേ, മനുഷ്യരിൽ നിന്ന് ആരെങ്കിലും നീ കണ്ടാൽ നീ പറഞ്ഞേക്കണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, പരമകാരുണ്യകനായ റബ്ബിന് ഞാൻ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട്. കയ്യിൽ വലിയ ആ കുട്ടിക്ക് നേർച്ചയാക്കിയേക്കെന്ന് പറയോ? അപ്പുറത്ത് സക്കരിയ അലൈഹിസ്സലാം ഉണ്ട്, സക്കരിയ അലൈഹിസ്സലാമക്ക് നേർച്ചയാക്കിയേക്കെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെന്തേ? നേർച്ച ഇബാദത്താണ്, റഹ്മാനായ റബ്ബിന് നേർച്ചയാക്കിയെന്ന് പറയും. സൂറത്തു മറിയമിലെ 29-ഓ 26-ഓ വചനം പരിശോധിച്ച് നോക്ക് നിങ്ങൾ. എന്നാൽ ഈ ചണ്ടമുട്ടും കൊയൽവിളി, ആനയും അമ്പാരി, ഇത് ആരെ പാരമ്പര്യ? സൂറത്തു അൻഫാലിലെ 35-ാമത്തെ ആയത്ത് എടുത്തോളൂ. അത് മക്കാ മുശ്രിക്കുകളുടെ പാരമ്പര്യമാണ്. മാക്കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്ത് ഇല്ല മുഖഅം വതസ്തിയ, അവരുടെ ആരാധനയായിരുന്നില്ല ഇൻദൽ ബൈത്ത്, പരിശുദ്ധ കഅബയുടെ അടുക്കൽ വെച്ച്, ഇല്ല മുഖഅം വതസ്തിയ, ചണ്ടമുട്ടും കൊയൽ വിളിയും. ഈ ചണ്ടമുട്ടും കൊയൽ വിളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരാധനയായി നേർച്ചയായി നിർവഹിച്ചിരുന്നത് മക്കയിലെ മുശ്രിക്കുകളാണ് എന്ന് ഖുർആൻ പറയുന്നു. ഫദൂഖുൽ അദാബ് ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ അല്ലാഹുവിനെ നിഷേധിച്ചതുകൊണ്ട്, സത്യത്തെ നിഷേധിച്ചതുകൊണ്ട് ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. പണ്ട് ചേറ്റുവയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളവിടെ അടുത്ത് തിരൂരിലെത്തി. ആലോചിച്ച് നോക്ക്, എന്നാ പാഠം പഠിക്കുമോ മനുഷ്യൻ? പാഠം പഠിക്കൂല. അതുകൊണ്ട് മുജാഹിദ് പ്രവർത്തകരെ പറയാനുള്ളത്, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയണം. സമസ്തയുടെ സഹോദരന്മാരും പറയാനുള്ളത് അതുതന്നെയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ തിരിച്ചു വരേണ്ടതുണ്ട്. എന്നിട്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ചാൽ അവിടെയാണ് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ലഭ്യമാവുക, യൂസുഫ് അലൈഹിസ്സലാമക്ക് ലഭിച്ചതുപോലെ. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹിസ്സലാം അവസാനം പറഞ്ഞല്ലോ, അദ്ദേഹം എന്താണ് പ്രഖ്യാപിച്ചുവല്ലോ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, റബ്ബ് നീ അധികാരം നൽകിയത്, വല്ലം തനി മിൻ തവ്വീലിൽ ഹദീസ്, നീയാണ് എനിക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചെന്ന്. ഫാത്തിറ സമാവാത്തി വല്ലർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിച്ച നാഥ, അന്ത വലിയ ഫിദ്ദുനിയ വൽ-ആഖിറ, നീയാണ് ഇഹത്തിലും പരത്തിലും എൻ്റെ രക്ഷകൻ. തവഫനി മുസ്ലിമൻ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ. വാൽഹിഖ്നി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ. ആ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ കൃത്യമായി പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും രേഖപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതാണ് KNM മർക്കസ് താഴ്വക്ക് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ക്യാമ്പയിനിലൂടെ ആളുകളോട് പറയാനുള്ളത്.
അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.